Good evening all. Welcome to India's first animated live tuition. Good evening everybody. Hello, hi. Yes. എവിടെയാണ് മക്കളെ ഓടി വന്നേ? ഒരു ഗുഡ് ഈവനിങ് ഒക്കെ കമന്റ് ചെയ്തേ. ഓൾറെഡി കുറേ കുട്ടികൾ ഗുഡ് ഈവനിങ് ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. യെസ് സീത ലക്ഷ്മി, എൽവിയ സുഖമാണ് കേട്ടോ. Then Adnan, good evening. Yes Tanmaya, very good. Aijas. Then Aditya, Sara. സുഖമായിട്ടിരിക്കണോ? നിങ്ങൾക്ക് സുഖമാണോ? അവന്തിക ഗുഡ് ഈവനിങ്. അനിരുദ്ധ്, ശ്രിദ്ധ, കാർത്തിക്, വൈഗ, നിയ എല്ലാവരും ഗുഡ് ഈവനിങ് കമന്റ് ചെയ്യുന്നുണ്ട്. ഇഷാൻ, കുറച്ച് മക്കള് കമന്റ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ടീച്ചർക്ക് അറിയാം കുറച്ച് പേര് കമന്റ്സ് ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മക്കളെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, എനിക്കറിയാം. പക്ഷെ എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്തിട്ടെങ്കിലും ശ്രമിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാ, കമന്റ് ചെയ്യാനൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചായ കുടിച്ചോ മാളവിക? നിങ്ങൾ ചായ ഒക്കെ കുടിച്ചോ? ക്യാമറ ഈസ് നോട്ട് വർക്കിംഗ് ആണോ? വിസ്മയ് ഗുഡ് ഈവനിങ്. ഗോകുൽ ഗുഡ് ഈവനിങ്. എൽവിയ, ട്രീസ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവരും ചായ ഒക്കെ കുടിച്ചു, സ്നാക്സ് ഒക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞിട്ടാണോ ഇരിക്കണേ? ആണോ? സെറ്റാണ് അല്ലേ? വയറ് നിറഞ്ഞിട്ടല്ലേ ഇരിക്കണേ? എന്തു പറ്റി? എന്താ കഴിക്കാതിരുന്നേ? നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചോട്ടോ, കുഴപ്പമില്ല. ക്ലാസ്സിന്റെ ഇടയിലാണ്, ചിലപ്പോൾ നിങ്ങളൊക്കെ ക്ലാസ് വിട്ട് കുറച്ച് മുന്നേ ഒക്കെ എത്തിയിട്ടുള്ളവരുണ്ടാവും. അപ്പൊ നിങ്ങൾ വിശന്നൊന്നും ഇരിക്കേണ്ടാട്ടോ മക്കളെ. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചോളൂ, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, ഞാൻ ചായ കുടിച്ചു കേട്ടോ. ടീച്ചർ ചായ കുടിച്ചു, ഞാൻ കഴിച്ചു. പക്ഷെ എത്ര പേരാണ് ഞാൻ ചായ കുടിച്ചു എന്ന് അന്വേഷിക്കണേ ദൈവമേ. യെസ് സീതാലക്ഷ്മി. ഓക്കെ, അപ്പൊ ക്യാമറ ഒക്കെ ഓൺ ആണല്ലോ എല്ലാവരുടെയും? ആണല്ലോ. യെസ്, അപ്പൊ ടീച്ചർ ക്ലിയർ അല്ല, സ്ക്രീൻ ക്ലിയർ അല്ല ആൻലിയൊക്കെ. മക്കളെ ടീച്ചർ കുറച്ച് കോമൺ ആയിട്ട് കാര്യങ്ങൾ പറയട്ടെ, ഒന്ന് ശ്രദ്ധിച്ചേ മക്കളെ. കോമൺ ആയിട്ട് നമ്മുടെ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ്, എന്നാലും തുടക്കത്തിലേ അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ പറയാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ കാര്യം ടീച്ചർക്ക് പറയാനുള്ളത്, ഇന്ന് നമുക്ക് എക്സാം ഉണ്ട്. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അറിയാലോ, ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ക്ലാസ് ടീച്ചർ ത്രൂ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തേക്കാ, പഠിച്ചു വന്നിട്ടുണ്ടെന്നാണ് ടീച്ചർ വിചാരിക്കണം. പക്ഷെ ഇപ്പൊ നമ്മൾ അതിനെ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യണ്ട കേട്ടോ. എക്സാമിനെ പറ്റിയിട്ട് അതൊന്നും ഇപ്പൊ നമ്മൾ നോക്കണ്ട. സമയമാകുമ്പോൾ നമ്മൾ അങ്ങ് എക്സാം എഴുതിയാൽ മതി. അപ്പൊ എക്സാം ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം ഓർക്കുക. അതാണ് ഫസ്റ്റ് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് ടീച്ചർ അടുത്ത് പറയണം. കമന്റ് ചെയ്യാൻ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് ക്ലാസ് ടീച്ചറോട് പറയണം. അത് പെട്ടെന്ന് തന്നെ ഒന്ന് ശരിയാക്കാനായിട്ട് നോക്കണം കേട്ടോ. അതുപോലെ ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് പറയാനുള്ള വിശേഷങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. നിങ്ങളുടെ കമന്റ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. യെസ്, അപ്പൊ ആ ടെൻഷൻ വേണ്ട. എന്റെ കമന്റ് കാണുന്നുണ്ടോ എന്നാണ് പലരുടെയും ടെൻഷൻ. നിങ്ങളുടെ എല്ലാവരുടെ കമന്റ് ഞാൻ ഉറക്കെ വായിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ന് കരുതി ഞാൻ വായിക്കാതെ ഒന്നും പോണില്ല. എല്ലാവരുടെ കമന്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ടെൻഷൻസ് ഒന്നും വേണ്ട. ഓക്കെ, അതുകൊണ്ട് ധൈര്യമായിട്ട് കമന്റ് ചെയ്തോ. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, എന്താണ് ധ്യാൻ ഒരു വലിയ എസ്സേ എഴുതിയിട്ടിട്ടുണ്ടല്ലോ അല്ലേ? ധ്യാനല്ലേ അത് എഴുതിയിരിക്കണേ? യെസ് ധ്യാൻ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ദെൻ നിയക്കുട്ടി ഹെയർ ഒക്കെ കട്ട് ചെയ്തു എന്നാണ് പറയണേ. എന്നിട്ട് എവിടെ? കാണാനില്ലല്ലോ. ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ട്, ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റിയിട്ട് എവിടെ? യെസ്, ഗുഡ് ഈവനിങ്. അതുപോലെ നിങ്ങൾക്ക് മേ ബി നെറ്റ് ഇഷ്യൂസ് ഉണ്ടാവും കേട്ടോ. അതായത് സ്ക്രീൻ ക്ലിയർ ആവുന്നുണ്ടാവില്ല, സ്ക്രീൻ ഇങ്ങനെ ബ്ലർ ആയിട്ടാ കാണുന്നുണ്ടാവുക. അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യാം, ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കാം. ഒന്നും കൂടെ ക്ലാസ്സിൽ കയറി നോക്കാം. അതുപോലെ നെറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇരിക്കാൻ നോക്കുക കേട്ടോ ക്ലാസ്സിലിരിക്കുമ്പോ. ഓക്കെ, മാഗ്നറ്റ് ഒക്കെ വാങ്ങിയെന്നാണ് പറയണേ തൻഹ. ഓക്കെ, എൽവിയും ക്ലാസ് ഹെയർ കട്ട് ചെയ്തു. സെക്കൻഡ് യൂണിറ്റ് ആണ്. യെസ്, ഓക്കെ, അപ്പോ എല്ലാവരും സെറ്റ് ആണ്. ന്യൂ ജോയിനീസ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ മക്കളെ? ന്യൂ ജോയിനീസ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? അതായത് ടീച്ചർ ആദ്യമായിട്ട് കാണുന്ന മക്കൾ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. എക്സാമിന്റെ സമയമൊക്കെ ഞാൻ പറയാൻ ഗൂഗിളെ ലാസ്റ്റാണ്, നമ്മുടെ ക്ലാസ്സിന്റെ എൻഡിലാണ് എക്സാം ഉണ്ടാവുക കേട്ടോ. ഇപ്പൊ അതൊന്നും ഓർത്ത് നമ്മൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ നമ്മൾ നമ്മുടെ ക്ലാസ് അങ്ങ് ശ്രദ്ധിക്കുക, അത്രേ ആവശ്യമുള്ളൂ. അപ്പൊ ന്യൂ ജോയിനീസ് ആണോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളേ? പുതിയ സ്റ്റുഡൻസ് മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ടീച്ചറെ ഫസ്റ്റ് ടൈം കാണുന്നവര് മാത്രം. ഓക്കെ, സാർ ആ പേര് മാത്രം ഒന്ന് വിളിക്കും. ആർഷയുണ്ട്, ഋഷിക് ഉണ്ട്, പിന്നെ അമീന, ആദിത്യൻ ഓൾറെഡി നമ്മുടെ കൂടെ ഉള്ളതാണല്ലോ. ഓക്കെ, യെസ് മക്കളെ. സോ എല്ലാവരെയും ടീച്ചർ വെൽക്കം ചെയ്യാണ്.
ഞാനാണ് നിങ്ങൾക്ക് ബേസിക് സയൻസ് എടുക്കുന്നത് കേട്ടോ. പുതിയ കുട്ടികളോടാണ് ടീച്ചർ പറയണേ, നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഞാനാണ് നിങ്ങൾക്ക് ബേസിക് സയൻസ് എടുക്കുന്നത്. എന്റെ പേര് ആരതി എന്നാണ് കേട്ടോ. അത് താഴെ എഴുതി വെച്ചിട്ടുണ്ട്, പേരൊന്നും മറന്നേക്കല്ലേ. അപ്പൊ നമ്മുടെ ബേസിക് സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലെ പ്രീവിയസ് ക്ലാസ്സിന്റെ ഒക്കെ ലിങ്ക് നിങ്ങൾ ക്ലാസ് ടീച്ചറോട് ചോദിച്ച് വാങ്ങിക്കണം. എന്നിട്ട് കാണുകയും വേണം. ആൻഡ് ഓൾസോ എന്ത് ചെയ്യണം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ പുതിയ മക്കളോട് ടീച്ചർക്ക് പറയാനുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് എക്സാം, അത് മറന്നിട്ടില്ലല്ലോ അല്ലെ. ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ നമ്മുടെ കഴിഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ ആണ് എക്സാം. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ തുടങ്ങി കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ അതിന്റെ ബാക്കിയാണ് എടുക്കാൻ പോണേ. അപ്പൊ എല്ലാവരും സെറ്റ് ആയോ? സമാധാനമായിട്ട് ഇരുന്നോ എല്ലാവരും? അതുപോലെ മക്കളെ, കുറെ പേര് ക്യാമറ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. അതിന്റെ ആവശ്യമില്ല. ക്യാമറ ഒരു സ്ഥലത്ത് വെച്ചോ, ഒരു സ്ഥലത്തൊന്ന് ചാരി വെച്ചേ. കുപ്പിയുടെ മുകളിലോ ബോട്ടിലിന്റെ മുകളിലോ ചുമരിന്റെയോ തൂണിന്റെയോ ഒക്കെ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചാരി അങ്ങ് വെച്ചോ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ ഫുൾ ഇതിങ്ങനെ കൈ പിടിച്ചിരിക്കണ്ട. അപ്പൊ നിങ്ങളുടെ കൈയൊക്കെ വേദനിക്കും. അപ്പൊ അത് എന്തുകൊണ്ട് എന്ത് ചെയ്യാം, ഫോൺ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് സമാധാനമായിട്ടൊന്ന് ഇരുന്നേ മക്കളെ. നല്ല മക്കളായിട്ടിരുന്നേ. ഇരുന്നോ? സെറ്റായോ? ഓക്കെ ആണ്. ടെക്സ്റ്റ് നോട്ടൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലെ. ഇനി ഞാൻ ചോദിക്കണ സമയത്ത് അത് എടുക്കാൻ ഓടരുത്. ഇപ്പോഴേ അതൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുക കേട്ടോ. ടെക്സ്റ്റ്, നോട്ട്, പെന്ന്, അതുപോലെ ഒരു ബോട്ടിൽ വാട്ടർ ഒക്കെ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇപ്പൊ കയ്യിലുള്ളവരൊക്കെ അതെടുത്ത് വെക്കുക. ഇല്ലാത്തവരൊക്കെ നെക്സ്റ്റ് ക്ലാസ് മുതൽ ഒരു ഗ്ലാസ് വാട്ടറോ ഒരു ബോട്ടിൽ വാട്ടറോ ഒക്കെ കയ്യിൽ വെച്ചേക്കാം കേട്ടോ. സെറ്റാണ്. അപ്പൊ ഞാൻ തുടങ്ങിക്കോട്ടെ. സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ. തുടങ്ങാം നമുക്ക്. റെഡിയാണോ? ബട്ടർഫ്ലൈ മാഗ്നറ്റ് വർക്ക് ആയി എന്നാണ് പറയണേ. വെരി ഗുഡ്. യെസ്, കഴിഞ്ഞ ക്ലാസ്സിലത്തെ എക്സ്പെരിമെന്റ് സെറ്റായി. അപ്പൊ റെഡി ആണെങ്കിൽ മക്കളെ എനിക്കൊരു ഹാർട്ട് തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും തരണം. ടീച്ചർ ഒരു കാര്യം പറയുന്നത് ഒന്നോ രണ്ടോ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. ഈ ക്ലാസ്സിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ടീച്ചർ എല്ലാ കാര്യവും ഇവിടെ സംസാരിക്കണേ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യണം കേട്ടോ. ഞാൻ എല്ലാ എക്സ്പെരിമെന്റും ചെയ്ത് നോക്കിയാണോ? വെരി ഗുഡ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. മെയിൻ ആയിട്ടൊരു മാഗ്നറ്റ് ആണ് ആവശ്യമുള്ളത്. യെസ് ശ്രീഭദ്ര, ഇന്ന് എക്സാം ഉണ്ട്. എക്സാം നമ്മുടെ അവസാനം, ക്ലാസ്സിന്റെ അവസാനമാണ് ഉണ്ടാവുക. ഇപ്പൊ അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ആ സമയത്ത് ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. എക്സാമിന്റെ കാര്യമൊക്കെ നമുക്ക് അപ്പൊ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മള് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് ഫൺ ടൈം ഉണ്ട് നമുക്ക് കേട്ടോ. ഇന്ന് ഗുഡ് ടൈം ഒക്കെ ഉണ്ട്. അപ്പൊ ക്ലാസ് ഒക്കെ മെല്ലെ തുടങ്ങിയിട്ട് നമുക്ക് ഫൺ ടൈമിലേക്കൊക്കെ പോവാം. സെറ്റാണ്. മാഗ്നറ്റ് ഒക്കെ വാങ്ങി എന്ന് പറയണ്ട കുറെ ആൾക്കാര്. യെസ്. അപ്പൊ മക്കളെ, നമ്മുടെ ചാപ്റ്റർ ഏതായിരുന്നു? ചാപ്റ്റർ 2 ആണ്, മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് റിലം അല്ലേ? യെസ്. ഞാൻ വാങ്ങിയില്ല, കുഴപ്പമില്ല. മാഗ്നറ്റ് വാങ്ങിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ബട്ട് ഇത് കയ്യിലുണ്ടെങ്കിൽ ഒരു രസമാണ്. കാരണം നമ്മൾ അതിനെ പറ്റിയിട്ടാണല്ലോ പഠിക്കുന്നത് എന്ന് വിചാരിച്ച് ഇന്ന് പോയിട്ട് വഴക്കുണ്ടാക്കരുത് വീട്ടില്. എനിക്ക് ഇന്ന് തന്നെ മാഗ്നറ്റ് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ മക്കളെ, നമ്മുടെ ചാപ്റ്റർ 2 ആണ് നമ്മൾ നോക്കുന്നത്, മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് റിലം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ആക്ടിവിറ്റി ചെയ്തു നമ്മളല്ലേ. ലൈക്ക് നമ്മൾ എന്താണ് അതിൽ നടന്നത്, സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓർക്കുന്നുണ്ടല്ലോ? ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഈ ഹാൻഡ് റൈസ് ചെയ്ത ആരാ? ദർശനാണോ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്? ദർശ, കമന്റ് ചെയ്തേടാ മുത്തേ. അത് കഴിഞ്ഞ ആക്ടിവിറ്റി 2 നമ്മൾ വിത്ത് എക്സ്പെരിമെന്റ് വിത്ത് അനിമേഷൻ നമ്മൾ കണ്ടതാണല്ലേ. എന്താ ആക്ടിവിറ്റി 2 സംഭവിച്ചേ? ഒന്നുകൂടെ ടീച്ചർ കാണിച്ചു തരാം കേട്ടോ മക്കളെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഒന്നും കൂടെ കാണിച്ചു തരാന്ന്. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തു? ബട്ടർഫ്ലൈനെ എന്ത് ചെയ്തേ? ബാക്കിൽ ഒരു സേഫ്റ്റി പിന്നൊക്കെ വെച്ച് ഒരു ചാർട്ട് പേപ്പറിൽ അങ്ങ് വെച്ചു. എന്നിട്ട് അതിന്റെ ബാക്കിൽ നമ്മൾ മാഗ്നറ്റ് വെച്ച് അങ്ങ് ചലിപ്പിച്ചു അല്ലെ. മൂവ് ചെയ്തപ്പോ എന്താ സംഭവിച്ചേ? നമ്മൾ എങ്ങനെയാണോ മാഗ്നറ്റ് മൂവ് ചെയ്യിപ്പിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടില് നമ്മുടെ ബട്ടർഫ്ലൈ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലേ. ഇതല്ലേ നമ്മൾ കണ്ടേ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ്മെന്റിന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്. അത് കഴിഞ്ഞിട്ട് നമ്മള് മാഗ്നറ്റിനെ അട്രാക്ട്. യെസ് ശ്രീഭദ്ര മോളെ, കമന്റ് ചെയ്തോ. ടീച്ചർ വായിക്കുന്നുണ്ട് കേട്ടോ, കമന്റ് ചെയ്തോ. അപ്പോ ഒബ്ജക്റ്റുകൾ, മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാ, അട്രാക്ട് ചെയ്യാത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചതാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസും. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ആക്ടിവിറ്റി 1 ഞാൻ ചെയ്തപ്പോൾ 5 സേഫ്റ്റി പിൻസ് തൂക്കിയിടാൻ പറ്റിയെന്നാണ് ഐജാസ് പറയണത്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയല്ലേ, മിടുക്കം കുട്ടിയാണ്, അടിപൊളിയാണ്. അന്നാമറയും ചെയ്തു, വെരി ഗുഡ്. അപ്പൊ മക്കളെ, ഒരു കാര്യം ടീച്ചർ പറഞ്ഞോട്ടെ. നമ്മള് ഈ എന്താ പറയാ, ക്ലാസ്സിന്റെ ഇടയിൽ കുറെ ടേംസ് ഒക്കെ പറയും അല്ലെ. കുറെ കാര്യങ്ങൾ ടീച്ചർ ഇങ്ങനെ പറയും. ഇപ്പൊ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അങ്ങനത്തെ വേർഡ്സ് ഒക്കെ പറയും. അപ്പൊ നിങ്ങളിൽ പലവർക്കും ആ വേർഡ്സ് പറയാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും ഇല്ലേ?
നിങ്ങൾക്ക് തന്നെ ആലോചിച്ചറിയാം, ചില വേർഡ്സ് ഒക്കെ പറയാൻ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കുകയാണോ വേണ്ടേ? എന്താ ചെയ്യണ്ടേ? ടീച്ചറുടെ കൂടെ അവിടെ ഇരുന്നത് പറയണം. മനസ്സിലായോ? അങ്ങനെയാണ് നല്ല മക്കൾ ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ എനിക്കിത് പറയാൻ കിട്ടില്ല എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കരുത്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ നിങ്ങൾക്ക് പല വേർഡ്സും പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടാ, എനിക്കത് പറയാൻ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേക്കരുത്. ടീച്ചറുടെ കൂടെ പറഞ്ഞ് പഠിക്കണം കേട്ടോ. അപ്പൊ മാഗ്നറ്റിക് സബ്സ്റ്റൻസസും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്താ മക്കളെ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? വേദികയുമായി എക്സ്പെരിമെന്റ് ട്രൈ ചെയ്തു എന്നാണ് പറയണേ. ഓക്കെ, എന്താ മക്കളെ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാഗ്നറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മാഗ്നറ്റ് ഉപയോഗിച്ച് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസുകളെയാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയണേ. അല്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ഞാൻ പറയും. കുറച്ച് ടോപ്പിക് നമുക്ക് മുന്നോട്ട് പോയിട്ട് നമുക്ക് അതിലേക്ക് പോകാം കേട്ടോ. ദർശൻ ഇതുവരെ കമന്റ് ചെയ്തില്ല. ആൻഡ് ഓൾസോ ദർശന്റെ ക്യാമറ ഓഫ് ആണ്. അപ്പൊ മാഗ്നറ്റ് ഉപയോഗിച്ച് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. എക്സാമ്പിൾ നമ്മൾ പഠിച്ചു അല്ലെ, അയൺ, നിക്കൽ, കൊബാൾട്ട്, അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ നോൺ മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ. എന്താ നോൺ മാഗ്നറ്റിക്? ഈ മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റാത്ത സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ വസ്തുക്കൾ അല്ലെ, അതിനെയാണ് നമ്മൾ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയണേ. അതേതൊക്കെയാ വരിക? നമ്മുടെ ഡ്രസ്സ്. ഇപ്പൊ നിങ്ങൾ മാഗ്നറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ഡ്രസ്സിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ഡ്രസ് അട്രാക്ട് ആവോ? മിഹാദ, മൻഹ ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ ഒന്നും കമന്റ് ഇല്ല കേട്ടോ. ഈ കമന്റ് ഇടാത്തവരുടെ പേരെ ഞാൻ പ്രത്യേകം എടുത്ത് വിളിക്കുന്നേ. ഇന്ന് വോട്ടിംഗ് ഉണ്ടായിരുന്നു സ്കൂളിൽ. ഓക്കെ, എന്നിട്ട് എന്തായി? അതുപോലെ നിങ്ങൾ പേപ്പർ മാഗ്നറ്റ് കൊണ്ടുപോയി ഒരു പേപ്പറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി പേപ്പർ അട്രാക്ട് ആവോ? അമാന, ഇല്ല. പ്ലാസ്റ്റിക്കിന്റെ അടുത്തേക്ക് കൊണ്ടുകഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അട്രാക്ട് ആവോ? ഇല്ല. അല്ലെ? അപ്പൊ അട്രാക്ട് ആവാത്ത ഒരുപാട് സബ്സ്റ്റൻസുകൾ ഉണ്ട്. വുഡ്, യെസ് പ്രൈസി, വുഡിന്റെ അടുത്ത് കൊണ്ടായ വുഡും അട്രാക്ട് ആവാൻ പോണില്ല. അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കളെയാണ്, അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. കിട്ടിയല്ലോ? അത് ക്ലിയർ അല്ലേ മക്കളെ? ഋതുലെ, ശ്രദ്ധ, അതൊക്കെ ഓക്കെ അല്ലേ? മാഗ്നറ്റിക്കും നോൺ മാഗ്നറ്റിക്കും അറിയണം കേട്ടോ. അതാ നോക്കിക്കേ, ഈ ടേബിൾ ഒക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ടേബിൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ആക്ടിവിറ്റിയില് ഇങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. മാഗ്നറ്റിക്കും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ ഏതൊക്കെയാണെന്ന് എഴുതാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറെ സബ്സ്റ്റൻസിന്റെ പേര് തരും കേട്ടോ. കുറെ സബ്സ്റ്റൻസിന്റെ പേര് തരും. എന്നിട്ട് അതിനകത്തുനിന്ന് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതാ, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതാ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറയും. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ടേബിൾ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ലാസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ടെന്നാണ് ടീച്ചർ വിചാരിക്കണേ. എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് നെക്സ്റ്റ് പുതിയ ടോപ്പിക്കിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇത്രയും നേരം പറഞ്ഞതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പുതിയ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഏതാണ് നമ്മുടെ പുതിയ ടോപ്പിക്? മാഗ്നറ്റിക് പോൾസ്. പറഞ്ഞ മക്കളെ, എന്താണ് നമ്മുടെ പുതിയ ടോപ്പിക്? മാഗ്നറ്റിക് പോൾസ്. എന്താണ് ഈ മാഗ്നറ്റിക് പോൾ? ഇത് ആരും എഴുതണ്ട കേട്ടോ. എല്ലാവരും നോട്ട് ബുക്ക് അടച്ചു വെച്ചോ. എന്റെ മക്കൾ എല്ലാവരും നോട്ട് ബുക്ക് അടച്ചു വെച്ചേ. ഇപ്പൊ ആരും നോട്ട് എഴുതണ്ട. ഓക്കെ, ഫ്രീ ആയിട്ടിരുന്നോ, സുഖമായി ഫ്രീ ആയിട്ടിരിക്കുക. ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക, അത്രേ ആവശ്യമുള്ളൂ. വേറെ ഒന്നും ഇപ്പൊ ചെയ്യണ്ട. അത് ഓക്കെ അല്ലേ? അത് ഈസി അല്ലേ? ശ്രദ്ധിച്ചിരുന്നാ പോരെ. നോക്കാം, മാഗ്നറ്റിക് പോൾ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോണേ. സാധാരണഗതിയിൽ ടെക്സ്റ്റ് തുറക്കണ്ട പടച്ചോന്നേ. ഫുൾ മാർക്ക് കിട്ടും കേട്ടോ ഈഷ്ണ, അതൊന്നും വിഷമിക്കണ്ട, സെറ്റാണ്. ടെക്സ്റ്റ് നോട്ടൊക്കെ അടച്ചു വെച്ച് ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ. യെസ്. അതായത് മാഗ്നറ്റിക് പോൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മളൊരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അറ്റഭാഗം, ഈ പോൾസ് എന്ന് പറയുന്നത് അറ്റമാണ്. ഒരു ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ ഫോണാണ് അല്ലേ? ഈ ഫോണിന്റെ അറ്റം എന്ന് പറയുന്നത് ഏതാ? ഇതും അല്ലേ? ശരിയല്ലേ ടീച്ചർ പറഞ്ഞേ? കണ്ടോ? ഇവിടെ ടീച്ചർ കാണിച്ചു എന്താന്ന് കണ്ടോ? ഇത് നമ്മുടെ ഫോണാണ് അല്ലേ? ഈ ഫോണിന്റെ ഒരറ്റം എന്ന് പറഞ്ഞ ഒരു എൻഡ്, ഒരു പോള് എന്ന് പറയുന്നത് ഇതാണ്. രണ്ടറ്റം ഉണ്ട്.
അപ്പൊ ഈ അറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? പോൾസ് എന്ന് പറയണേ. പോൾസ് പറഞ്ഞ മക്കളെ, പോൾസ്. ഇഷാൻ പറയാണ് നോർത്ത് പോളും സൗത്ത് പോളും. ടീച്ചർ ആദ്യമായിട്ട് കേൾക്കണ പോലെ പഠിപ്പിച്ചു തരാണ്. ഇതൊക്കെ എനിക്ക് ഓൾറെഡി അറിയാന്നാണ് ഇഷാൻ പറയണത്. യെസ്, അപ്പൊ 2 പോൾസ് ആണുള്ളത്. അപ്പൊ നമ്മൾ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിനും 2 പോൾസ് ഉണ്ട്, 2 അറ്റമുണ്ട്. ഏതൊക്കെയാ? ഇത് ഒന്നാമത്തെ, ഇത് രണ്ടാമത്തെ. 2 പോൾസ് ആണ് ഉള്ളത്. അപ്പൊ ഈ പോൾസിലാണ് അട്രാക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാവുക എന്നാണ് നമ്മൾ പറയണേ. എൽവിയ കമന്റ് ചെയ്തോടാ, ടീച്ചർ കാണുന്നുണ്ട് കേട്ടോ മോളെ, കമന്റ് ചെയ്തിട്ടോ. എന്താ പറയണേ? ഈ എൻഡുകളില്, ഈ പോൾസിലാണ് കൂടുതൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളത്. അവിടെയാണ് കൂടുതലായിട്ടും സബ്സ്റ്റൻസ് അട്രാക്ട് ആവുന്നത് എന്ന് പറയണം. അപ്പൊ അത് മാഗ്നറ്റിക് പോൾസിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു മാഗ്നറ്റ് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയൂട്ടോ, ഇതൊരു മാഗ്നറ്റ്. ഈ മാഗ്നറ്റ് നിങ്ങൾ കൊണ്ടുപോവാണ് കേട്ടോ, ലൈക്ക് ഒരു അയേണിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ നിങ്ങൾ നെയിൽസിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ മാഗ്നറ്റിന്റെ ഈ പോൾസിലാണോ അതോ ഈ സൈഡുകളിലാണോ കൂടുതൽ അട്രാക്ഷൻസ് ഉണ്ടാവുക? ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞേ. അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. എൽവിയ ഇപ്പൊ ഇത് ശ്രദ്ധിക്കൂ. എവിടെ ഉണ്ടാവുക കൂടുതൽ അട്രാക്ഷൻ? എവിടെ ഉണ്ടാവുക? ഇതൊരു ഫുൾ മാഗ്നറ്റ് ആണ്. അതിലേക്ക് നമ്മള് ഇപ്പൊ ഈ മൊത്തത്തിലുള്ള മാഗ്നറ്റിനെ നമ്മൾ ഇങ്ങനെ അയേൺസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇരുമ്പ് പൊടി. ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ളത് ഇരുമ്പിന്റെ പൊടിയാണ്, ഇരുമ്പ് പൊടി. നമ്മൾ അയേൺ ഫില്ലിങ്സ് എന്നാണ് പറയാ. അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏത് ഭാഗത്താണ് പെട്ടെന്ന് അട്രാക്ഷൻ ഉണ്ടാവുക? എവിടെ ഉണ്ടാവുക മക്കളെ? യെസ്, പോൾസിലാണ് കൂടുതൽ അട്രാക്ഷൻ സംഭവിക്കുന്നത്. കാരണം എന്താ? അവിടെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതലായിട്ടുള്ളത്. അവിടെ ഭയങ്കര സ്ട്രോങ്ങർ ഫോഴ്സ് ആണ്, പെട്ടെന്ന് തന്നെ സാധനങ്ങൾ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് അല്ലെ. ഇപ്പൊ നമ്മൾ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കണേ? ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങളുടെ ക്ലാസ്സിലെ ബെഞ്ചും ഡെസ്കും ഒക്കെ ഒന്ന് നീക്കാൻ പറയാണ്. നീക്കാൻ നിങ്ങളോട് സാധാരണ പറയാം. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? ബലം പ്രയോഗിക്കും അല്ലെ. നീക്കാൻ വേണ്ടിയിട്ട് നല്ല ശക്തിയായിട്ട് തള്ളുന്നു, അല്ലെങ്കിൽ വലിക്കുന്നു, അല്ലെങ്കിൽ എടുത്തു പൊക്കുന്നു ഒക്കെ ചെയ്യുന്നു. അതാണ് അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ മാഗ്നറ്റിനും ഫോഴ്സ് ഉണ്ട്. എന്താണ് മാഗ്നറ്റിന്റെ ഫോഴ്സ്? അട്രാക്ഷൻ ആണ് അവിടുത്തെ ഫോഴ്സ്, സാധനങ്ങളെ അട്രാക്ട് ചെയ്യുക. അപ്പൊ ഒരു മാഗ്നറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പോൾസിലാണ് അട്രാക്ഷൻ കൂടുതലുള്ളത്. യെസ് ഇമാതെ കറക്റ്റ് ആണ്. മാഗ്നറ്റിക് പവർ എന്ന് നമ്മൾ പറയും. ആ മാഗ്നറ്റിന് സാധനങ്ങളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവർ, അതാണ് അതിന്റെ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പൊ ഏതൊരു സബ്സ്റ്റൻസിന് നമ്മള് മാഗ്നറ്റിനെ കൊണ്ടുപോയി വെച്ചാലും അതിന്റെ ഏത് ഭാഗത്താണ് പെട്ടെന്ന് അട്രാക്ഷൻ നടക്കണേ, കൂടുതൽ അട്രാക്ഷൻ നടക്കണേ? സൈഡുകളിലല്ല, അതിന്റെ പോൾസിലാണ്. രണ്ട് എൻഡുകൾ, അവിടെയാണ് കൂടുതൽ അട്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ എവറി മാഗ്നറ്റ് ഹാസ് 2 പോൾസ് എന്നാണ് പറയുന്നത്. എല്ലാ മാഗ്നറ്റിനും എന്തുണ്ട്? 2 പോൾസ് ഉണ്ട്. ആ 2 പോൾസിലാണ് എവിടെ നടക്കണേ? യെസ് ആയുഷേ, അവിടെയാണ് മാക്സിമം അട്രാക്ഷൻ നടക്കുന്നത്. കൂടുതൽ അട്രാക്ഷൻ നടക്കുന്നത് 2 പോൾസിലാണ്. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് പോൾസ് എന്ന് പറയണേ. മാഗ്നറ്റിക് പോൾസ് എന്ന് പറയണേ. ഓക്കെ, അമീന കമന്റ് ചെയ്തോ മോളെ. ആൻഡ് ഓൾസോ വേറൊരാളും കൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, അദീനയാണോ? യെസ്, രണ്ടുപേരും കമന്റ് ചെയ്തോ കേട്ടോ. യെസ്. അപ്പൊ നമുക്ക് ചെറിയൊരു എക്സ്പെരിമെന്റ് നോക്കാം കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചേ, ചെറിയൊരു എക്സ്പെരിമെന്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ മാഗ്നറ്റിക് പോൾ എന്താന്ന് ക്ലിയർ ആയോ? അത് ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പെരിമെന്റിലേക്ക് പോവാം. ക്ലിയർ ആയോ? മാഗ്നറ്റിക് പോൾ എന്താന്ന് മനസ്സിലായോ? ഒരു മാഗ്നറ്റിന്റെ 2 അറ്റങ്ങള്, 2 എൻഡുകൾ, അതിനെയാണ് നമ്മൾ പോൾസ് എന്ന് പറയണം. പോൾസ്. നമ്മൾ ഈ മാഗ്നറ്റിന്റെ കാര്യം പറയണേ കേട്ടോ, ഈ മാഗ്നറ്റിന്റെ കാര്യം പറയണേ. അപ്പൊ ഈ മാക്സിമം അട്രാക്ഷൻ നടക്കണേ, അല്ലെങ്കിൽ കൂടുതൽ അട്രാക്ഷൻ നടക്കണത് എവിടെ വെച്ചാന്ന് പറയണേ? ഈ പോൾസിലാണ് മാക്സിമം മാഗ്നറ്റിക് പവർ ഉള്ളത്. ഓക്കെ, മാഗ്നറ്റിക് പോള്. അദീന മിസ്സിന്റെ ക്യാമറ ഇടയ്ക്ക് ഓഫ് ആയി പോണത് നെറ്റ് കുറയുന്നത് കൊണ്ടാണ് കേട്ടോ മോളെ. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അപ്പോ മാഗ്നറ്റ് ഉണ്ട്, മാഗ്നറ്റിന് 2 പോൾ ഉണ്ട്. ആ പോളിലാണ് കൂടുതൽ അട്രാക്ഷൻ നടക്കണേ, അവിടെയാണ് കൂടുതൽ മാഗ്നറ്റിക് പവർ ഉള്ളത്, മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളത്. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? യെസ്, ഇത് ബാർ മാഗ്നറ്റ് ആണ്. എന്നേക്കാൾ നന്നായിട്ട് മാഗ്നറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇതിന്റെ പേരൊക്കെ ധ്യാൻ കമന്റ് ചെയ്ത്. ഇസ് എ ബാർ മാഗ്നറ്റ്. കറക്റ്റ് ആണ്.
ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എൽവിയ. എന്നിട്ട് ഇത് തന്നെയല്ലേ റിസൾട്ട് കിട്ടിയത്? പോൾസിലല്ലേ കൂടുതൽ അട്രാക്ഷൻ വന്നേ? ആ, സിമ്പിൾ ആണ്. അപ്പൊ പോൾസിലാണ് അട്രാക്ഷൻ കൂടുതൽ വന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നടത്തുന്ന എക്സ്പെരിമെന്റും ഇത് തന്നെയാണ്. നമ്മളൊരു ബാർ മാഗ്നറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. എന്താണ് അർണി ബാർ മാഗ്നറ്റ്? നെറ്റ് കട്ടായി പോയോ? ഓക്കെ, ഒന്നുമില്ല മോളെ, ജസ്റ്റ് പറഞ്ഞത് ഇതാണ്. ഒരു മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ടാവും. പോൾസ് എന്ന് പറയുന്നത് 2 അറ്റമാണ്. അവിടെയാണ് മാക്സിമം മാഗ്നറ്റിക് അട്രാക്ഷൻ നടക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു? അയേൺ ഫില്ലിങ്സിന്റെ അടുത്ത് കൊണ്ടുവച്ചു. അയേൺ ഫില്ലിങ്സ് എന്ന് പറഞ്ഞ മക്കളെ ഇരുമ്പിന്റെ പൊടിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇരുമ്പിന്റെ ദേവഭദ്രയ്ക്ക് ഹെഡ് പെയിൻ ആണോ? ഓക്കെ മോളെ, ക്ലാസ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കിടന്നോളൂ, റെസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, അത് നമ്മൾ കളക്ട് ചെയ്യാണ് ആൻലിയ. നമ്മൾ ഇരുമ്പിനെ പല ഷേപ്പിലേക്കൊക്കെ മാറ്റാറില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് ഇരുമ്പിന്റെ പൊടിയാണ്. അയൺ ഫില്ലിങ്സ് ആണ്, അയൺ പൗഡർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ കളക്ട് ചെയ്തു. അത് കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ അടുത്തേക്ക് നമ്മൾ ആരെ കൊണ്ടുപോയി വെച്ചു? നമ്മുടെ മാഗ്നറ്റിനെ കൊണ്ടുപോയി വെച്ചു. എന്താ സംഭവിച്ചിട്ടുണ്ടാവാ? നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. വൈക, എന്താ മനസ്സിലാവാത്തെ? ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞേ മക്കളെ, എന്താണ് സംഭവിക്കുക? ഇതാണ് കേട്ടോ എന്റെ ചോദ്യം, ഇതാണ് എന്റെ എക്സ്പെരിമെന്റ്, ഇതാണ്. അതായത് നമ്മളൊരു മാഗ്നറ്റ് എടുത്തു. യെസ്, കമന്റ്സ് വരുന്നുണ്ട്, കറക്റ്റ് ആണ്. ഒന്നുകൂടെ ടീച്ചർ പറയാം. മാഗ്നറ്റ് എടുത്തു, ഇതാണ് കേട്ടോ ഞാൻ എടുത്ത മാഗ്നറ്റ്, ഇതാണ്. ഈ മാഗ്നറ്റ് ഞാൻ അയേൺ ഫില്ലിങ്സിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. അയേൺ ഫില്ലിങ്സ് എന്ന് പറയുന്നത് ഇരുമ്പിന്റെ പൊടി പൊടി പോലെയുള്ള ഒരു ഇതിനെയാണ് അയേൺ ഫില്ലിങ്സ് എന്ന് പറയണേ. കുഴപ്പമില്ല തന്മയ, കേട്ടോ. അപ്പൊ അതിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വാട്ട് വിൽ ഹാപ്പൻ? എന്താ സംഭവിക്കുക? യെസ്, അദീന, ഇനയ, കറക്റ്റ് ആണ്. അവന്തിക, അനഘ, ആയുഷ്, എന്താ സംഭവിക്കുക? യെസ്, ഗോഡ്വിൻ. കുറെ പേര് കമന്റ് ചെയ്യാത്ത മക്കളെ, തെറ്റിക്കോട്ടെ. കാശിനാഥൻ, കറക്റ്റ് ആണ്. അയൺ പൗഡർ, നമുക്ക് ഈ സ്കാർപ്പിന്റെ ഒക്കെ ഷോപ്പിൽ നിന്ന് നമുക്ക് അയൺ പൗഡർ കിട്ടും. ആക്രി സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ നമുക്ക് അയൺ പൗഡേഴ്സ്, മാഗ്നറ്റ് ഒക്കെ നമുക്ക് കിട്ടും. എന്താ സംഭവിക്കുക? കമന്റ് ചെയ്തേ. തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, ഞാനല്ലേ കാണുന്നുള്ളൂ, വേറെ ആരും കാണുന്നൊന്നുമില്ലല്ലോ. കമന്റ് ചെയ്തോ. യെസ് ദാരിയ, വെരി ഗുഡ്. അട്രാക്ട് ആവും അല്ലേ? നമ്മള് ഇരുമ്പ് പൊടിയുടെ അടുത്ത് കൊണ്ടുപോയി നമ്മുടെ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ എപ്പോ അട്രാക്ട് ആയി ചോദിച്ചാൽ മതി, സഡൻ ആയിട്ട് അട്രാക്ഷൻ നടക്കും. അത് എവിടെയായിരിക്കും അട്രാക്ഷൻ നടക്കുക? കമന്റ് ചെയ്തേ. സൈഡിലാണോ പോൾസിലാണോ അട്രാക്ഷൻ നടക്കുക? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. കമന്റ് ചെയ്തേ. എവിടെ അട്രാക്ഷൻ നടക്കണ്ടാവാ? പോൾസിലാണ് അട്രാക്ഷൻ നടക്കുക. കേട്ടോ വൈക? കേട്ടോ ഫത്വ? വെരി ഗുഡ്. ഹാദി, കറക്റ്റ്. പോൾസിലാണ് അട്രാക്ഷൻ നടക്കണേ. കാരണം എന്താ? നമ്മൾ ഓൾറെഡി മുന്നേ പഠിച്ചതാ, തൊട്ട് മുന്നേ പഠിച്ചിട്ടേ ഉള്ളൂ. പോൾസിലാണ് മാക്സിമം മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളത്. അവിടെയാണ് മാക്സിമം മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളത്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വെച്ചാൽ ഈ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ്, അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഇത് ഏറ്റവും കൂടുതൽ ഈ പോൾസിലാ. അപ്പൊ അവിടെ പോയിട്ടല്ലേ വേഗം അട്രാക്ട് ആവാ അല്ലേ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചേ. അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഫോഴ്സ്, ആ ഒരു ബലം, അത് എവിടെയാണോ കൂടുതലുള്ളത് അവിടെ പോയിട്ട് വേഗം അട്രാക്ട് ആവില്ലേ? അല്ലാതെ അട്രാക്ഷൻ ചെയ്യാൻ ഒരു സാധ്യത ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ആരെങ്കിലും അട്രാക്ട് ആവോ? ആരെങ്കിലും അട്രാക്ട് ആവോ? നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ടല്ലേ ഇരിക്കുക അല്ലേ? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ടല്ലേ നിങ്ങൾ ഇരിക്കുക. അല്ലാതെ നിങ്ങൾക്ക് അറിയാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇരിക്കോ? അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് എന്റെ ക്ലാസ്സില്? ഇല്ല അല്ലെ? ടീച്ചർ അങ്ങനെ തന്നെയാ. ബെസ്റ്റാ. തന്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരടക്കം ഇവിടെ വന്നു, മീനാക്ഷി എന്നാണ് പേര്. യെസ്, അപ്പൊ തന്മ എപ്പോഴും മീനാക്ഷിയുടെ അടുത്താണ് പോയിരിക്കണേ. ടീച്ചർ അങ്ങനെയാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ അടുത്താണ് ഞാൻ പോയിരിക്കുക. അതേപോലെ നമുക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നുന്നത് പോൾസിലാ. അപ്പൊ അവിടെ പോയിട്ട് എല്ലാം അട്രാക്ട് ചെയ്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കും. സൈഡിൽ അട്രാക്ഷൻ ഫോഴ്സ്, മീൻ മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ല, അവിടെ കുറവാണ്. പോൾസിലാണ് മാക്സിമം അട്രാക്ഷൻ. യെസ് കനി, വെരി ഗുഡ്. നസലും കമന്റ് ചെയ്തിട്ടുണ്ട്, റാനിയാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയണു. യെസ്, അപ്പൊ റാനിയുടെ അടുത്ത് പോയിട്ട് ഇരിക്കാനാണ് നമുക്കിഷ്ടം. സെയിം തിങ് ഇവിടെയും അത് തന്നെയാ സംഭവിക്കണേ കേട്ടോ. എന്താ സംഭവിക്കണേ? നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ് ഏറ്റവും കൂടുതലുള്ളത് പോൾസിലാണ്. ഈ രണ്ടറ്റത്താണ് ഏറ്റവും കൂടുതൽ. അപ്പോ നമ്മൾ മാഗ്നറ്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ പോൾസിലാണ് സബ്സ്റ്റൻസ് വന്ന് അട്രാക്ട് ആയിട്ടിരിക്കുക. ഓക്കെ, സെറ്റ് ആണോ?
റെഡി ആണോ? ഇനി ദൈവമേ ഇനി ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേരായി, ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേരുകളായി. ഇനി നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ഒക്കെ പേര് ഞാൻ വായിക്കണ്ടേ? ഇനി എത്ര പേരാ? ആ ഗൂഗിൾ കൃഷ്ണ പറയാണ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ടീച്ചറാണ്. ഞാനാണോ? ഞാൻ എന്നെയാണോ ഉദ്ദേശിച്ചത്, അതോ വേറെ ടീച്ചറെയാണോ? ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ എല്ലാവരുടെയും ബെസ്റ്റ് ഫ്രണ്ട്സ് അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ടിരിക്കാനാണ് ഇഷ്ടം. അതേപോലെ സെയിം തിങ് ഹാപ്പനിങ് ഹിയർ. എന്താ സംഭവിക്കണേ? പോൾസിലാണ് അട്രാക്ഷൻ കൂടുതൽ, അവിടെയാണ് സബ്സ്റ്റൻസ് വേഗം പോയിട്ട് അട്രാക്ട് ചെയ്തിട്ടിരിക്കുക. അപ്പൊ ക്ലിയർ ആയല്ലോ? പറഞ്ഞത് മനസ്സിലായല്ലോ? എനിക്ക് അത്രയും മതി. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് ഞാൻ വായിച്ചാലും പ്രശ്നമില്ല. ഇത് ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ ആണോ? എന്നാൽ ഒരു തംസപ്പ് ഇട്ടേ, തംസപ്പ്. ഒരു കമന്റ് ബോക്സിൽ ഒരു തംസപ്പ് തന്നെ ടീച്ചർക്ക് ക്ലിയർ ആണെങ്കിൽ, ഈ എക്സ്പെരിമെന്റ് ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല, ഞാനാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട, ഞാനാണ് ബെസ്റ്റ് ഫ്രണ്ട്. ടീച്ചറോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ അടുത്ത് പറഞ്ഞാൽ മതി, നമുക്ക് സെറ്റ് ആക്കാം. ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നും കൂടെ എക്സ്പെരിമെന്റ് ലാസ്റ്റ് ടൈം ഒന്നുകൂടെ പറയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയാം, എന്നാലും ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. ഓൾറെഡി മനസ്സിലായ മക്കൾ എന്ത് ചെയ്യണം? ഇതൊന്ന് എഴുതണം. പിടികിട്ടിയോ? ഇത് എഴുതണം കേട്ടോ. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ എക്സ്പെരിമെന്റിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്താ, അതിന്റെ ഫൈനൽ റിസൾട്ട് എന്താ, അതിന്റെ ഒബ്സർവേഷൻ എന്താ, അതൊന്നും ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്കിതൊന്ന് എഴുതാം. അപ്പൊ നോട്ട് ബുക്ക് എടുത്തേ, എല്ലാവരും നോട്ട് ബുക്ക് എടുത്തേ മക്കളെ, എടുത്തോ? ആ, എന്നിട്ട് എക്സ്പെരിമെന്റ് എഴുതണം കേട്ടോ. എക്സ്പെരിമെന്റ് ഹെഡിങ് കൊടുക്കുക, ഒബ്സർവേഷൻ, ഇൻഫറൻസ്. ഇൻഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണോ നമുക്ക് അവസാനം കിട്ടുന്ന റിസൾട്ട്, അതാണ് ഇൻഫറൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതണം കേട്ടോ. മുഹമ്മദ് റോണൊക്കെ കമന്റ് ചെയ്തോ മോനെ? എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കമന്റ് ചെയ്തോ. കമന്റ് ചെയ്യാൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഒന്ന് വിളിച്ച് റോണക്കിനെ പറഞ്ഞോ ടീച്ചറെ. ആ, ഈ പിക്ചർ കാണണ്ടല്ലേ? അതിന് രണ്ട് ഭാഗത്ത് NAS അല്ലേ? അതെന്തിനാ? അതാണ് പോൾസ്. അതിന്റെ പേര് ഇത് കഴിഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഒരു അറ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? മാഗ്നറ്റിന് രണ്ട് അറ്റം ഉണ്ട്, രണ്ട് പോൾസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? അത് സൗത്ത് പോളും നോർത്ത് പോളും ആണ്. അതിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ആയിട്ടുള്ള എസും എന്നും ആണ് അവിടെ എഴുതി വെച്ചേക്കണേ. ഓക്കെ, ആ നമുക്ക് നോക്കാം കേട്ടോ. ഇത് എഴുതി കംപ്ലീറ്റ് ചെയ്തോ മോൻ? ആ, സ്കൂളിൽ എഴുതിപ്പിച്ചോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് പിന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇല്ല LVR ഇപ്പൊ എഴുതിക്കോളൂ കേട്ടോ. അത് പിന്നീട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇപ്പൊ എന്തായാലും ഇത് എഴുതിക്കോളൂ. ടീച്ചർ സമയം തരുന്നുണ്ട് ഈ എക്സ്പെരിമെന്റ്. മക്കളെ, ടീച്ചർ എന്തിനാ നിങ്ങൾക്ക് സമയം തരണേ? എനിക്ക് ക്ലാസ് എടുക്കാനുള്ള സമയം കളഞ്ഞിട്ടാണ് നിങ്ങളടുത്ത് നോട്ട് എഴുതാൻ ഞാൻ പറയണേ. എനിക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾ പിന്നെ എഴുതിക്കോന്ന് വെച്ചിട്ട് ഇപ്പൊ ക്ലാസ് എടുത്ത് പോവാം. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഇത് എഴുതണം. അപ്പൊ അതുകൊണ്ട് എഴുതാൻ സമയം തരുമ്പോ ഒരാളും സ്ക്രീൻഷോട്ട് എടുക്കണ്ട, എഴുതിക്കോ കേട്ടോ. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റണില്ല, ക്ലിയർ അല്ല, അത്രയും സ്ലോ ആയിട്ടാണ് നിങ്ങൾ എഴുതുന്നത്, അങ്ങനത്തെ ഒക്കെ കേസിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എഴുതാനാണ് കേട്ടോ. അപ്പോ മനസ്സിലാവാത്തവരൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് ബാക്കിയുള്ളവരൊക്കെ എഴുതിക്കോളൂ കേട്ടോ. അവിടെ ഇരുന്ന് എഴുതിക്കോളൂ. മനസ്സിലാവാത്ത മക്കൾ മാത്രം ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. മനസ്സിലാവാ. പ്രിജേഷിന് പനിയാണ്, റെസ്റ്റ് ചെയ്തോളൂ കേട്ടോ. പ്രിജേഷേ, ആ അപ്പൊ നമ്മൾ ഇവിടെ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. ഈ മനസ്സിലാവാത്തവർ ശ്രദ്ധിക്കുക. ഈ എക്സ്പെരിമെന്റിലൂടെ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഒരു മാഗ്നറ്റിന് രണ്ട് പോൾസ് ഉണ്ട്. പോൾ എന്ന് പറയുന്നത് രണ്ട് അറ്റമാണ്, രണ്ട് പോൾസ് ഉണ്ട്. ഈ രണ്ട് പോൾസിലാണ് മാക്സിമം മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളത്. അതായത് നമ്മൾ സബ്സ്റ്റൻസുകൾ, വസ്തുക്കൾ ഏറ്റവും കൂടുതൽ വന്ന് അട്രാക്ട് ആവുന്നത് ഈ രണ്ടറ്റത്താണ്, ഈ രണ്ട് പോൾസിലാണ്. അതാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോണെ, തെളിയിക്കാൻ പോണെ ഈ പരീക്ഷണം നടത്തിയിട്ട്. അപ്പൊ ഈ പരീക്ഷണത്തിന്, ഈ എക്സ്പെരിമെന്റിന് വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, ഒരു ബാർ ഉണ്ട്, ബാർ ഷേപ്പ്. ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ബാർ മാഗ്നറ്റ് എന്ന് പറയണ കേട്ടോ. ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, ഇതിന് രണ്ട് പോൾസ് ഉണ്ട്. പോൾസിന്റെ പേരൊക്കെ നമുക്ക് അതിലേക്ക് വരാം. നേരത്തെ റോണൊക്കെ ചോദിച്ചാൽ അതേ ഡൗട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, എന്തിനാ NS എന്നൊക്കെ എഴുതി വെച്ചേക്കണേ എന്നുള്ളത്. അത് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ രണ്ട് പോൾസ് ഉണ്ട്, ഇത് ഒന്നാമത്തെ പോള്, രണ്ടാമത്തെ പോള്. ഇവിടെയാണ് മാക്സിമം അട്രാക്ഷൻ നടക്കുന്നത്. മാക്സിമം നമ്മളിപ്പോ ഒരു അയേണിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കുന്നത്, അല്ലെങ്കിൽ കുറെ ആണികൾ ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു മാഗ്നറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിന്റെ ഈ രണ്ടറ്റത്താണ് മാക്സിമം ആണികൾ വന്ന്, അല്ലെങ്കിൽ നെയിൽസ് വന്ന് അട്രാക്ട് ആവുന്നത്. കാരണം ആ രണ്ടറ്റത്താണ്, ആ രണ്ട് പോൾസിലാണ് മാക്സിമം മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളത്. മാക്സിമം മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളത് കേട്ടോ. സെറ്റാണല്ലോ?
ഇതാണ് നമ്മൾ പറഞ്ഞത്. അർണിക്ക് സ്റ്റൊമക് പെയിൻ ആണോ? ഓക്കെ, റെസ്റ്റ് ചെയ്തോളൂ, ക്ലാസ് ശ്രദ്ധിക്കണം കേട്ടോ. ഫിനിഷായി, എല്ലാവരുടെയും ഫിനിഷായോ? അർണി മോളെ ഓക്കെ, റെസ്റ്റ് ചെയ്തോ, കുഴപ്പമില്ല കേട്ടോ. ഇനിയാ എന്ത് പറ്റി? കംപ്ലീറ്റ് ആയില്ലേ? വേഗം കംപ്ലീറ്റ് ആക്കും, വേഗം കംപ്ലീറ്റ് ആക്കും. ഇനി കംപ്ലീറ്റ് ആവാതെ കണ്ടോ, നിങ്ങൾ ഈ ഫോട്ടോ ശ്രദ്ധിച്ചേ, ഈ ഡയഗ്രാം ശ്രദ്ധിച്ചേ, അതിനകത്ത് കണ്ടോ ഒരു ബാർ മാഗ്നറ്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ആ ബാർ മാഗ്നറ്റിന് 2 അറ്റമുണ്ട്, അതാണ് ഈ പോൾസ്. അവിടെയാണ്. ബാക്കിയുള്ള സ്ഥലത്ത് അട്രാക്ഷൻസ് വല്ലതും കാണാനുണ്ടോ? ബാക്കിയുള്ള നിങ്ങൾ പറഞ്ഞു കുറെ പേര് സൈഡ് എന്ന് കമന്റ് ചെയ്തു. നിങ്ങൾ നോക്കിക്കേ, ആ സൈഡുകളിൽ ഏതെങ്കിലും അയൺ ഫില്ലിങ്സ്, ഏതെങ്കിലും ഇരുമ്പിന്റെ പൊടി അവിടെ അട്രാക്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എവിടെയെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കണേ? എവിടെ എല്ലാരും കൂടെ അട്രാക്ട് ചെയ്തിരിക്കണേ? 2 അറ്റത്താണ്, 2 പോൾസിലാണ് അവിടെ അട്രാക്ഷൻ നടന്നിട്ടുള്ളത്. അതാണ് ഇപ്പൊ നമ്മള് ചെയ്തത്. ഓക്കെ ഓക്കെ, സെറ്റ് ആണ്. അതൊക്കെ പറഞ്ഞു തരാം കനി. ഓക്കെ, സോ നമ്മളിതാ മാഗ്നറ്റിക് പോൾസ്. ഇനി എഴുതി കഴിയാത്തവർ വിഷമിക്കേണ്ട, ടീച്ചർ ലാസ്റ്റ് കാണിച്ചു തരാം. വിഷമിക്കേണ്ട. എഴുതി കഴിയാത്തവർ വിഷമിക്കേണ്ട, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, യെസ് മിയ, അതൊക്കെ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. ശ്രദ്ധിച്ചേ. അപ്പൊ മാഗ്നറ്റിക് പോൾസ് എഗെയിൻ നമ്മൾ നോക്കാൻ പോവാണ്. യൂഷ്വലി മാക്സിമം മാഗ്നറ്റിക് അട്രാക്ഷൻ എവിടെയാ കൂടുതൽ നടക്കാന്ന് പറയണേ? ഈ 2 അറ്റത്താണ് മാക്സിമം അട്രാക്ഷൻ നടക്കണേ. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് പോൾസ് എന്ന് പറയണേ. 2 പോൾസ് ആണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഒരു മാഗ്നറ്റിന് എത്ര പോൾസ് ഉള്ളേ? ഒരു മാഗ്നറ്റിന് എത്ര പോൾസ് ഉള്ളെന്ന് കൈകൊണ്ട് കാണിച്ചേ. 5 എണ്ണാണോ, 1 എണ്ണാണോ, 3 എണ്ണാണോ, എത്ര എണ്ണ? സർ ഒന്ന് പേജ് മറിച്ചേ, എല്ലാവരും കാണിക്കുന്നുണ്ടോ നോക്കട്ടെ. കമന്റ് ചെയ്യണ്ട, നിങ്ങൾ ജസ്റ്റ് കൈകൊണ്ട് കാണിച്ചേ. എത്ര പോൾസ് ഉണ്ട് ഒരു മാഗ്നറ്റിന്? എത്ര പോൾസ് ഉണ്ടെന്നാ പഠിച്ചേ? കൊമ്പൊക്കെ പിടിച്ചിരിക്കണ്ടേ കുറെ ആൾക്കാർ, കൊമ്പ്. ആ യെസ്, എന്താണ് ആദിത്യൻ VS? എത്ര പോൾസ് ഉണ്ട്? 2 എണ്ണല്ലേ? ആ യെസ്, 2 പോൾസ് ഉണ്ട്. സൗത്ത് ആൻഡ് നോർത്ത് അല്ലേ? 2 പോൾസ് ഉണ്ട്. അപ്പൊ അത് ക്ലിയർ ആണ്. അത് തന്നെ ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ 2 പോൾസിൽ നമ്മുടെ ആദ്യത്തെ പോൾ അല്ലെ, 2 പോൾസ് എന്ന് പറയുമ്പോൾ അതിന്റെ പേരുകളുണ്ട്. ഏതൊക്കെയാ 2 പോൾസ് എന്ന് പറയണേ? ഒരു സൗത്ത് പോളും ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. അതേപോലെ ഒരു നോർത്ത് പോളും ഉണ്ട്, നോർത്ത് പോൾ. സൗത്ത് പോളും നോർത്ത് പോളും 2 പോൾസ് ആണ് ആർക്കുള്ളത്? ഒരു മാഗ്നറ്റിനുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ അല്ലെ? LVയും ശ്രീഭദ്രയും ഇതുവരെ കമന്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് നോക്കാൻ പോണപ്പോ പോൾ ഉണ്ട്, പോളിന്റെ കാര്യമൊക്കെ നമുക്ക് ക്ലിയർ ആയി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണ ഒരു കാര്യമാണ്, ഇതുപോലത്തെ മാഗ്നറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്നെ കാണാൻ കഴിയണില്ല. സാറ മാത്യു മോളെ നെറ്റ് പോയതുകൊണ്ടാണോ? ഒന്നുകൂടെ റീജോയിൻ ചെയ്ത് നോക്കൂ കേട്ടോ. നോക്കിക്കേ, ഈ ടൈപ്പ് മാഗ്നറ്റ് നിങ്ങളുടെ ആരുടെയും കയ്യിലുണ്ടോ? ഉണ്ടോ? ആ, ഒരാളുടെ കയ്യിലുണ്ട്. ആരുടെ കയ്യിലാ? ബിയോണയുടെ കയ്യിലുണ്ട്. മോഡൽ ഇപ്പൊ ഉണ്ടോ? ആ യെസ്, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിലൊന്ന് എടുത്തിട്ട് വരണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലൊന്ന് എടുത്തിട്ട് വരണം. ഓക്കെ, ഇല്ല അത് വിഷമിക്കണ്ട, നീടെ അല്ലെ, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മളിവിടെ ജസ്റ്റ് പറഞ്ഞപ്പോ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഒരു മാഗ്നറ്റ്, വേറൊരു ഷേപ്പ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മാഗ്നറ്റ് ഇത് ഇങ്ങനത്തെ മാഗ്നറ്റ് ആയിരുന്നു. നമ്മൾ അതിനെ ബാർ മാഗ്നറ്റ് എന്നാ പറഞ്ഞല്ലേ? അത് പറഞ്ഞുതരാം മെൽവിയ, നമ്മൾ അങ്ങോട്ട് കടക്കുന്നേ ഉള്ളൂ കേട്ടോ. ആ ടോപ്പിക്ക് എത്തുമ്പോൾ ടീച്ചർ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ അതുപോലെ വേറെ ആരും ഇതുവരെ കമന്റ് ചെയ്തില്ല മക്കളെ. നിങ്ങൾ ഈ ഹാൻഡ് റൈസ് ചെയ്ത് നിൽക്കുന്ന സമയം നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആ യെസ്, അപ്പൊ നമ്മളിതാ നെക്സ്റ്റ് ഒരു മാഗ്നറ്റ് കണ്ടു കേട്ടോ. യെസ്, അപ്പൊ എന്താണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. നോക്കിക്കേ, ഈ ഒരു ടോപ്പിക്കും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഫൺ ടൈമിലേക്ക് പോവാം. റെഡിയാണോ? ഈ ടോപ്പിക്കും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഫൺ ടൈമിലേക്ക് പോവാം. അപ്പൊ എല്ലാവരും ഉഷാറായിട്ടിരുന്നേ, നിവർന്നിരുന്നേ. ഇങ്ങനെ ഇരിക്കണേ കുറെ ആൾക്കാര്, നിവർന്നിരുന്നേ, സെറ്റ് ആയിട്ടിരുന്നേ. നോർത്ത് റെഡ് കളറും സൗത്ത് ബ്ലൂ കളറും ആണോ മാം പ്ലീസ്? യെസ് ഈഷ്ണ, അതെ. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് നമ്മൾ നോക്കാൻ പോണേ കേട്ടോ. അതായത് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ മാഗ്നറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫോഴ്സ്. അതാണ് നമ്മൾ കുറച്ചു മുന്നേ നമ്മൾ പഠിച്ചത്. ഒരു മാഗ്നറ്റ് ചെലുത്തുന്ന, എക്സേർട്ട് ചെയ്യാന്ന് വെച്ചാൽ ചെലുത്തുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ്. എന്ത് പറ്റി റോണൊക്കെ എന്താ കമന്റ് ചെയ്യണേന്ന് മനസ്സിലാവണില്ല കേട്ടോ. അതെ, ഇതിന്റെ പേര് നമുക്ക് പഠിക്കാം. ആൻലിയ കുറെ പേരുണ്ടോ,
നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാ മാഗ്നറ്റിന്റെ ഷേപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കത് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഇപ്പൊ ടീച്ചർ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. പറയുന്ന കാര്യം ശ്രദ്ധിക്കൂ കേട്ടോ. അതായത് നമ്മളൊരു മാഗ്നറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചെലുത്തുന്ന ഫോഴ്സ്, അതാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയണേ. സാധനങ്ങളെ, സബ്സ്റ്റൻസുകളെ ഞാൻ കാണുന്നുണ്ട് ലക്ഷ്മി പ്രിയ, എന്നെ കാണുന്നില്ല എന്നാണോ പറയണേ? ഓക്കെ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മാഗ്നറ്റ് ചെലുത്തുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഈ മാഗ്നറ്റിക് ഫോഴ്സ് ഉപയോഗിച്ച് അവർ എന്താ ചെയ്യണേ പറഞ്ഞേ? വർഷം പോയിക്കോളൂ. ഈ മാഗ്നറ്റിക് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു മാഗ്നറ്റ് എന്താ ചെയ്യണേ പറഞ്ഞേ? ട്രീസ വിളിക്കാട്ടോ മോളെ. എന്താ ചെയ്യാ? മാഗ്നറ്റ് അതിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യാ? അവര് ഡാൻസ് കളിക്കോ അവിടെ ഇരുന്നിട്ട്? മാഗ്നറ്റ് എന്റെ കയ്യിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അവര് കിടന്ന് ഡാൻസ് കളിക്കോ, പാട്ട് പാടുവോ? അവരെന്താ ചെയ്യാ? അവരെ അട്രാക്ട് ചെയ്യും അല്ലേ? അത് തന്നെ, സബ്സ്റ്റൻസുകളെ അവർ ആകർഷിക്കും, അട്രാക്ട് ചെയ്യും. അതാണ് അവർ ചെയ്യണേ. അപ്പൊ അതിനു വേണ്ടി അവർക്ക് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. അത് ഉപയോഗിച്ച് അവർ സാധനങ്ങൾ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് അവരുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരും. ഓക്കെ. അപ്പൊ ഒരു മാഗ്നറ്റിന്റെ ചുറ്റുമായിട്ടാണ് ഈ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ നമുക്കത് കാണാൻ പറ്റാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാലൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനിതാ ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചു, ഇവിടെ ഞാനൊരു ആണി വെച്ചു. ഇത്രയും ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഇവിടെ ശ്രദ്ധിച്ചിരുന്ന് പറയണേ, ഇവിടെ പറയണം കേട്ടോ, ഉത്തരം പറഞ്ഞു തരണേ. ഞാൻ ഇവിടെയാണ് മാഗ്നറ്റ് വെച്ചിരിക്കണേ, ഇവിടെയാണ് എന്റെ ആണി, ഞാൻ ആണി വെച്ചിട്ടുള്ളത്. ഇത് തമ്മിൽ അട്രാക്ട് ചെയ്യോ? പറഞ്ഞോ, നിങ്ങൾ പറ. എല്ലാവരും പറഞ്ഞേ മക്കളെ. ഇത് കഴിഞ്ഞ് നമ്മുടെ ഫൺ ടൈം ആയിട്ടാ. ഉഷാറായിട്ട് വേഗം പറഞ്ഞ് നമുക്ക് വേഗം ഇത് തീർത്തിട്ട് ഫൺ ടൈമിലേക്ക് പോവാം. പറഞ്ഞു, ഇത് അട്രാക്ട് ആവോ? ഇത് അട്രാക്ട് ആവില്ല. കാരണം ഇത്രയും അകലെയാണ്. അപ്പൊ അത്രയും അകലെ ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് അട്രാക്ട് ചെയ്യണില്ല. അങ്ങനെ എഴുതണം കേട്ടോ എക്സാമിന് ചോദിക്കുമ്പോ. അല്ലാതെ അട്രാക്ട് ആവില്ല എന്ന് മാത്രം എഴുതരുത്. എങ്ങനെ എഴുതണ്ടേ? മാഗ്നറ്റിക് ഫോഴ്സ് കുറവാണ്, ഇത്രയും അകലത്തേക്ക് വന്നപ്പോ മാഗ്നറ്റിക് ഫോഴ്സ് അവിടെ കുറവായതുകൊണ്ട് ഇത് അട്രാക്ട് ആവണില്ല. ഇനി ശ്രദ്ധിച്ചോ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണേ. ശ്രദ്ധിച്ചോ. ഇപ്പൊ അട്രാക്ട് ആവോ? ചെറുതായിട്ട് അല്ലേ? പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കോ? പെട്ടെന്ന് അങ്ങോട്ട് അട്രാക്ട് ചെയ്ത് പോവില്ല. പക്ഷെ ചെറുതായിട്ട് ഒരു അട്രാക്ട് ചെയ്യാനുള്ള ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കണ്ടാവും അല്ലേ? ഒന്നിങ്ങനെ മൂവ് ചെയ്ത് നിൽക്കും. ഇപ്പൊ അട്രാക്ട് ആവും, അങ്ങനെ അങ്ങോട്ട് നിൽക്കും. ലിറ്റിൽ ബിറ്റ്. യെസ് തന്മയ അല്ലേ? ശ്രീഭദ്ര ടീച്ചർ പറഞ്ഞത് ഇത് തന്നെയാണ്. ആത്മിക് ദേവേ ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ, ടീച്ചർ പറഞ്ഞുതരാം. നമ്മള് ഒരു മാഗ്നറ്റിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ആദ്യം ഞാൻ ഇവിടെയാണ് ആണി കൊണ്ടുപോയി വെച്ചത്. അയൺ നെയിൽ എന്നാണ് നമ്മൾ പറയാ ആണീനെ. ഇവിടെ കൊണ്ടുവച്ചു. അട്രാക്ഷൻ നടക്കില്ല. നിങ്ങൾ തന്നെ പറഞ്ഞു അട്രാക്ഷൻ നടക്കില്ല. കാരണം എന്താ? ഇത്രയും അകലെയാണ് ഇരിക്കണേ. മാഗ്നറ്റ് ഇവിടെ ഇരിക്കണേ, ആണി ഇവിടെ ഇരിക്കണേ. ഇത്രയും അകലത്തേക്ക് എന്ത് സംഭവിക്കില്ല ശ്രീഭദ്ര? അട്രാക്ഷൻ നടക്കില്ല. കാരണം അവിടെ എത്രയും ദൂരത്തേക്ക് മാഗ്നറ്റിക് ഫോഴ്സ് വരില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ അട്രാക്ഷൻ നടക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ അകലെയുള്ളതിനെ അടുത്തേക്ക് കൊണ്ടുവച്ചു. അടുത്ത് കൊണ്ടുവച്ചു. അപ്പോ ചെറുതായിട്ട് ഇങ്ങനെ ഒരു അട്രാക്ഷൻ നടക്കാനുള്ള സാധ്യത നമുക്ക് കാണാനുണ്ട്. എന്ന് വെച്ചാൽ ഓടിപ്പോയിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കണ പോലെ ഓടിപ്പോയിട്ട് അങ്ങ് ആകർഷിക്കണില്ല, അട്രാക്ട് ചെയ്യണില്ല. ബട്ട് സ്റ്റിൽ സംതിങ് അല്ലെ, ചെറുതായിട്ട് ഇങ്ങനെ അട്രാക്ഷൻ നടക്കുന്ന രീതിയിൽ കാണുന്നുണ്ട്. ഇനി ഞാൻ വീണ്ടും ഒരു കാര്യം ചെയ്യാൻ പോവാണേ. ശ്രദ്ധിച്ചിരുന്നോട്ടോ. ഇപ്പൊ എന്താ സംഭവിക്ക? ആത്മിക് ദേവേ പറഞ്ഞേ. ശ്രീഭദ്ര ഇപ്പൊ എന്താ സംഭവിക്ക? എന്താണ്ടായേ? അങ്ങ് അട്രാക്ട് ചെയ്ത് ഒട്ടിപ്പിടിക്കുക അങ്ങോട്ട് അല്ലേ? നിങ്ങൾ കുറെ നാള് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അമ്മേനെ കാണുമ്പോ നിങ്ങൾ എന്താ ചെയ്യാ? ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ കാണാൻ പോവാ. നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ അകന്ന് നിൽക്കോ? ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കില്ലേ? ഇല്ലേ? അതേപോലെ ഓടിപ്പോയിട്ട് അങ്ങ് അട്രാക്ട് ചെയ്യും. നമ്മുടെ ഈ പോളിന്റെ ഇതാണ് നമ്മുടെ പോൾ കേട്ടോ. 2 പോളുണ്ട്. പോളിൽ വന്നിട്ട് ഒട്ടി അങ്ങ് പിടിക്കും. അപ്പൊ നമുക്ക് യെസ് അട്രാക്ട് ആവും. സെറ്റ്. ഇത് മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യം
അമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു ഗോകുലപ്പോഴേക്കും. ഓക്കെ, ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കിട്ടിയില്ലേ മക്കളെ? യെസ്. അപ്പൊ ഇതിന് കാരണം എന്തായിരിക്കും? ഇതിനൊരു കാരണം ഉണ്ടാവും അല്ലേ? മാഗ്നറ്റ് ആണ്. യെസ് ആർണവേ, ഫൺ ടൈമിലേക്ക് വരാം. ഈ ഒരു ടോപ്പിക്കും കൂടെ ടീച്ചർ തീർത്തോട്ടെ. അതായത് ഇതിനൊരു റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണ് അകലെ കൊണ്ടുപോയി വെച്ചപ്പോ മാഗ്നറ്റ് അട്രാക്ട് ആവാതിരുന്നത്, അത് കഴിഞ്ഞ് കുറച്ച് അടുത്തേക്ക് കൊണ്ടുവന്നപ്പോ മാഗ്നറ്റ് അട്രാക്ട് ആയി, കുറച്ചും കൂടെ അടുത്ത് കൊണ്ടുവന്നപ്പോ വളരെ പെട്ടെന്ന് അങ്ങ് അട്രാക്ട് ആയി? കാരണം എന്താ അതിന്റെ റീസൺ? മാഗ്നറ്റ് ഒരു മാഗ്നറ്റിക് ഫോഴ്സിനെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, പുറപ്പെടുവിക്കുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫോഴ്സ് കൂടുതലാവുമ്പോ പെട്ടെന്ന് അട്രാക്ഷൻ നടക്കും. അത് കുറയുമ്പോ അട്രാക്ഷൻ നടക്കും. അകലെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് അകലേക്ക് ഉണ്ടാവില്ല, കുറവാണ്, അട്രാക്ഷൻ നടക്കില്ല. അടുത്തേക്ക് വരുമ്പോ ഫോഴ്സ് കൂടുതലാണ്, മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതലാണ്, അതുകൊണ്ട് പെട്ടെന്ന് അട്രാക്ഷൻ നടക്കും. സോ അതിനെയാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയണേ. ഒരു മാഗ്നറ്റ് അതിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ, അതിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയണേ. അതായത് നോക്കിക്കേ, ഇപ്പൊ ഈ ഒരു മാഗ്നറ്റ് ശ്രദ്ധിച്ചോട്ടോ, ഇതൊരു മാഗ്നറ്റ് ആണ്. ഈ മാഗ്നറ്റിന്റെ ഇത്രയും ദൂരത്ത് സാധനങ്ങൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അട്രാക്ഷൻ നടക്കുമോ? നിങ്ങൾ പറയണം കേട്ടോ. ഇത്രയും ദൂരത്ത്, ഇതിന്റെ ഉള്ളിൽ ഞാൻ എവിടെ കൊണ്ടുപോയി വെച്ചാലും, എവിടെ കൊണ്ടുപോയി ആണി വെച്ചാലും അട്രാക്ഷൻ നടക്കില്ലേ? ടീച്ചർ പറഞ്ഞത് കറക്റ്റ് അല്ലേ? നടക്കും. ഓക്കെ, ഇനി എന്താ? ഇവിടെ ഞാൻ കൊണ്ടുവയ്ക്കാൻ പോണം, ഇവിടെ, പിന്നെ ഇവിടെ അട്രാക്ഷൻ നടക്കാൻ സാധ്യതയുണ്ടോ? നവനീതേ, എമിൻ ശ്രദ്ധിച്ചിരുന്നേ മക്കളെ? അട്രാക്ഷൻ നടക്കില്ല. യെസ്, അതാണ് ടീച്ചർ പറഞ്ഞത്. ഒരു മാഗ്നറ്റിന് അതിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, അതിന്റെ ഉള്ളിൽ മാത്രമാണ് ഈ പറയുന്ന അട്രാക്ഷൻ ഒക്കെ നടക്കുള്ളൂ. ആൻഡ് ആ ഒരു ഏരിയനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് കാണാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിലുള്ള മാഗ്നറ്റ് എടുത്ത് നോക്കിയിട്ട് ഇതിലെവിടെ മാഗ്നറ്റിക് ഫീൽഡ്? ആരെങ്കിലും കണ്ടവരുണ്ടോ അവിടെ? മാഗ്നറ്റിക് ഫീൽഡ് കണ്ടവർ ആരെങ്കിലും ഉണ്ടോ? മാഗ്നറ്റിനെ കണ്ടവരുണ്ടാവും. എന്ത് പറ്റി മിയ മറിയാം? എന്ത് പറ്റി മോളെ? എല്ലാവരും മാഗ്നറ്റിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ മാഗ്നറ്റിക് ഫീൽഡിനെ ഒന്നും ആരും കണ്ടിട്ടില്ല. ബിക്കോസ് അത് ഇൻവിസിബിൾ ആണ്, കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഇവിടെ കാണിക്കണേ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടോ? ഇത് ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റില്ല. ആരോൺ മാത്യു കണ്ടോ എങ്ങനെ? പറ്റിക്കല്ലേ എന്നെ അല്ലേ? നോക്കിക്കേ, ഇതാണ് നമ്മുടെ മാഗ്നറ്റ് ഇവിടെ കൊണ്ടുപോയി വെച്ചിരിക്കണോ, അതിന്റെ ഒരു മാഗ്നറ്റിക് പോൾ. ഇത്രയും ഏരിയയില് അട്രാക്ഷൻ നടക്കുന്നുണ്ട്, അതാണ് കാണിച്ചിട്ടുള്ളത്. ഈ മാഗ്നറ്റിന്റെ ഇത്രയും ഏരിയ ടീച്ചർ റൗണ്ട് ചെയ്തിട്ടുള്ള അത്രയും ഏരിയയില് അട്രാക്ഷൻ നടക്കും. ഇതിന്റെ എവിടെ കൊണ്ടുപോയി വെച്ചാലും അട്രാക്ഷൻ നടക്കും. എവിടെ കൊണ്ടുപോയി നമ്മൾ ആണി വെച്ചാലും, അണിയെന്നല്ല, ഏത് നമ്മൾ അട്രാക്ട് ആവുന്ന ഏത് സബ്സ്റ്റൻസിനെ കൊണ്ടുവച്ചാലും അട്രാക്ഷൻ അവിടെ നടക്കും. സെറ്റ് ആണല്ലോ? അപ്പൊ എന്താ പറയണേ? there are magnetic field line in the magnetic field but both of them are invisible. നമുക്ക് ഇവരെ കാണാനൊന്നും പറ്റില്ല. ഇതിപ്പോ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചു വെച്ചേക്കുവാണേ മക്കളെ, ശ്രദ്ധിച്ചേ. നമുക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചു വെച്ചേക്കാം, ഇങ്ങനെയൊക്കെ. ഇത് കാണാനൊന്നും പറ്റില്ല കേട്ടോ. സെറ്റാണ്. അപ്പൊ നമുക്ക് ഈ ഫൺ ടൈമിലേക്ക് പോവാം. റെഡിയാണോ? റെഡി ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ടിന്റെ ഇമോജി ഇട്ടെ. ഫ്രൂട്ട്. ഫൺ ടൈമിലേക്ക് പോവാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫ്രൂട്ടിന്റെ ഫോട്ടോ ഇട്ടെ, ഇമേജ് ഇട്ടെ, നോക്കട്ടെ. ഞാൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോകണ്ട. യെസ് ശ്രീഹരി, കമന്റ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരുടെ കമന്റ് ഉറക്കെ വായിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത് വായിക്കാനിരുന്ന ക്ലാസ് എടുക്കാൻ പറ്റില്ല, ഫുള്ള് വായിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ നിങ്ങളുടെ കമന്റ് ഒക്കെ ഞാൻ മനസ്സിൽ വായിച്ചുകൊണ്ടിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരണേ കേട്ടോ. അല്ല നിങ്ങളുടെ കമന്റ് കാണുന്നില്ല എന്നൊന്നും ആരും വിഷമിക്കണ്ട. ഞാനും കാണുന്നുണ്ട്, ഇവിടെ സാർ ഇരിക്കുന്നുണ്ട്, സാറ് നിങ്ങളുടെ കമന്റ്സ് കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഫ്രൂട്ട്, എല്ലാവർക്കും സ്ട്രോബെറി ആണോ കൂടുതൽ ഇഷ്ടം? ഫുൾ സ്ട്രോബെറി മയാണ് കമന്റ് ബോക്സിൽ. ഓക്കെ, അപ്പൊ ഫൺ ടൈമിലേക്ക് പോവാം നമുക്ക് കേട്ടോ. ഫൺ ടൈം. അപ്പോ ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈസി ക്വസ്റ്റ്യൻ ആണ്, വലിയ ആനത്തല GK ക്വസ്റ്റ്യൻ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഫൺ ക്വസ്റ്റ്യൻസ് ആണ്.
എക്സാം പറയാം നിയ, എക്സാമിന് ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, അതൊന്നും വിഷമിക്കണ്ട കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ കാണിക്കട്ടെ, ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. മനസ്സിലായല്ലോ? ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹാൻഡ് റൈസ് ആണ്, എല്ലാവരും വിളിച്ചോണ്ടിരുന്ന ഇപ്പൊ തന്നെ 7:30 പിന്നെ ഒന്നും ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഉത്തരങ്ങള് ഏറ്റവും സ്പീഡിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പേര് വിളിക്കാം. കേട്ടല്ലോ? ഇയാണ ഹാൻഡ് റൈസ് ചെയ്യണ്ട, കമന്റ് ഇട്ടോ, എല്ലാവരും കമന്റ് ബോക്സിൽ ഇട്ടാ മതി ആൻസേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണിക്കാൻ പോവാണ്. റെഡി ആയിക്കോ എല്ലാവരും, കമന്റ് ബോക്സിൽ ഇങ്ങനെ വിരലൊക്കെ വെച്ച് സെറ്റ് ആയിട്ടിരുന്നോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, I am a color, but you can eat me. What am I? തന്മയാണ് ഫസ്റ്റ് കമന്റ് ചെയ്തേ, താഴെ അവന്തികയാണ് ഇട്ടെ. വേഗട്ടോ സ്റ്റക്ക് എന്ന് കമന്റ് വരുന്നുണ്ടല്ലോ എൻ്റെ ഇടയില്. സ്റ്റക്ക് ആണെങ്കിൽ മക്കളെ ഒന്ന് റീജോയിൻ ചെയ്താൽ മതി കേട്ടോ. കളർ ആണോ? ഒന്നുകൂടെ ആലോചിച്ചേ. ഐ ആം എ കളർ, ഞാനൊരു കളറാണ്. നിങ്ങൾക്ക് ഇതിനെ കഴിക്കാൻ പറ്റും, വളരെ എളുപ്പമായിട്ട് കഴിക്കാൻ പറ്റും. ഞാൻ ആരാണ്? കളേഴ്സിന്റെ ഒക്കെ പേര് ആലോചിക്കും മക്കളെ, കളേഴ്സിന്റെ പേര് ആലോചിക്കേ. ഈ കളറും ആയിരിക്കണം, അതേസമയം നമുക്കത് കഴിക്കാനും പറ്റുന്ന ഫ്രൂട്ടും കൂടെ ആയിരിക്കണം, എന്നാലല്ലേ അതിന്റെ പേര് എഴുതാൻ പറ്റുള്ളൂ. സർ റാൻഡം ആയിട്ട് ഒരാളെ വിളിച്ചേ, ഹാൻഡ് റൈസ് ചെയ്യാത്ത ഒരാളെ. സീതാലക്ഷ്മി പറഞ്ഞേ, ഏതായിരിക്കും ഇതിന്റെ ആൻസർ? ഓറഞ്ച്. ഓറഞ്ച് അല്ലേ? കുറെ പേര് വാട്ടർമെലൻ എന്നൊക്കെ കമന്റ് ചെയ്തേക്കാം. വാട്ടർമെലൻ എങ്ങനെയാ ഒരു കളർ ആവണേ? അത് വെറും ഒരു ഫ്രൂട്ട് മാത്രല്ലേ? യെസ്, കറക്റ്റ് ആണ് കേട്ടോ, സെറ്റ് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി ആയിക്കോ, വേഗം കമന്റ് ചെയ്തോ. നേരത്തെ കുറെ പേര് കമന്റ് ചെയ്യാതെ വലിയ പോസ് അടിച്ചിരുന്ന എന്താ, ഗെയിമിന് നിങ്ങൾ പങ്കെടുക്കണില്ല. ഗെയിമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം. വായിച്ചു തരാം. യു ആർ മൈ ബ്രദർ ബട്ട് ഐ ആം നോട്ട് യുവർ ബ്രദർ. ഹൂ ആം ഐ? നീ എന്റെ ബ്രദർ ആണ്, പക്ഷെ ഞാൻ നിന്റെ ബ്രദർ അല്ല. അപ്പൊ ഞാൻ ആരാ? തന്മയാണ് ഫസ്റ്റ് കമന്റ് ചെയ്തേക്കണേ കേട്ടാ. വെരി ഗുഡ്. ബ്രദർ, യു ആർ മൈ ബ്രദർ. നീ എന്റെ ബ്രദർ ആണ്, പക്ഷെ ഞാൻ നിന്റെ ബ്രദർ അല്ല. അപ്പൊ അത് ആരായിരിക്കും? ഒന്ന് ആലോചിച്ചാ മതി. ക്ലൂവോ? ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ ക്ലൂവോ? ഡോണ്ട് നോ എന്ന് സ്റ്റിക്കർ ഇട്ടേക്കാം. ബെസ്റ്റ്. നിങ്ങളെ വെച്ചിട്ടാണോ ഞാൻ ഗെയിം കളിക്കാൻ വന്നേ? വിളിച്ചോ സമയം ആരെങ്കിലും? ആരാണ്? ആർവിനെ. ആരാ? എന്തായിരിക്കും ഇതിന്റെ ആൻസർ? അല്ല. നോക്കാം, വേറെ ആളെ വിളിക്കാം, കുഴപ്പമില്ല മോനെ. നെക്സ്റ്റ് വേറെ ആളെ ചോദിക്കാം. അശ്വിന. അശ്വിനെ പറഞ്ഞോ, ആരായിരിക്കും? കിട്ടണില്ല, സാരില്ല കേട്ടോ. ഒരാളടുത്തും കൂടെ നമുക്ക് ചോദിക്കാം, കിട്ടണുണ്ടോ നോക്കാം. പറയാന്ന് പറഞ്ഞവർക്കൊക്കെ ഉത്തരം അറിയാലോ. കുറെ പേര് ഒരു ഹാൻഡ് റൈസും ഇല്ല, ഒരു കമന്റും ഇല്ലാതിരിക്കണ്ട. അവരെയാണ് ഞാൻ പിടിക്കാൻ പോണേ. എൽവിയ പറഞ്ഞോ, ആരാണ്? അതന്നെ, സിസ്റ്റർ അല്ലേ? നിങ്ങളുടെ സിസ്റ്റേഴ്സ് നിങ്ങളെ ബ്രദർ എന്നല്ലേ വിളിക്ക അല്ലേ? നിങ്ങളുടെ അനിയത്തിമാരൊക്കെ നിങ്ങളെ ചേട്ടാന്നല്ലേ വിളിക്ക എന്ന് വിചാരിച്ചിട്ട് അവര് നിങ്ങൾക്ക് ചേട്ടനാണോ? നിങ്ങളുടെ അനിയത്തിമാരാണ് അവര് അല്ലേ? അനഗാസിജോ, എന്ത് പറ്റി? ഉത്തരം ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ലാസ്റ്റ് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മള് വീണ്ടും പഠിക്കാൻ പോകും കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഫുൾ ക്വസ്റ്റ്യൻസ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ഐ ആം അൺസ്റ്റോപ്പബിൾ. അൺസ്റ്റോപ്പബിൾ എന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റില്ല എന്നെ. ബട്ട് ഐ ആം ഈസി ടു വേസ്റ്റ്. എന്നെ പെട്ടെന്ന് വേസ്റ്റ് ആക്കാൻ വളരെ എളുപ്പമാണ്. ഈഷ്ണയാണ് ഫസ്റ്റ് കമന്റ് ചെയ്തത്. വെരി ഗുഡ്. വാട്ട് ആം ഐ? എന്താണ്? ഞാൻ അൺസ്റ്റോപ്പബിൾ എന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റില്ല. വെള്ളത്തിന് നമുക്ക് പൈപ്പ് ഓഫ് ചെയ്ത വെള്ളത്തെ നിർത്തിക്കൂടെ? അതൊക്കെ നിർത്താം, പക്ഷെ വേസ്റ്റ് ആക്കാൻ ഭയങ്കര എളുപ്പമാണ്.
കുറെ പേര് കറക്റ്റ് കമന്റ് ചെയ്തിട്ട് ഫസ്റ്റ് കമന്റ് ചെയ്തത് ഈഷ്ണയാണ് കേട്ടോ. ഫുഡിനെ നിർത്താൻ പറ്റില്ല അല്ലേ? ആ കൊള്ളാം. പെപ്പറാ, വേസ്റ്റ് ബിന്നാ, ഓക്സിജൻ, എന്റെ അമ്മേ. ഫയറിനൊക്കെ നിർത്തിക്കൂടെ? വെള്ളം ഒഴിച്ച് നമുക്ക് നിർത്തിക്കൂടെടാ. മിഹദ, ആരാണ് നിർത്താൻ പറ്റില്ല, പക്ഷെ നമ്മൾ എപ്പോഴും അത് വേസ്റ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തില്. നമ്മുടെ ഓരോ ദിവസവും നമ്മളത് വേസ്റ്റ് ആക്കുന്നുണ്ട്. ആരത്? ടൈം അല്ലേ? സമയം. ശരിയല്ലേ? ആ, പഠിക്കേണ്ട സമയത്ത് പഠിക്കില്ല, ഒന്നും ചെയ്യാതെ വെറുതെ കളിച്ചങ്ങോട്ട് നടക്കും. സമയം നമ്മൾ വേസ്റ്റ് ആക്കും. സമയത്ത് നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുമോ? ഇത് 6 മണി ആവട്ടെ, ഒരു 6 മണിയായിട്ട് കുറച്ചു നേരം നിൽക്കട്ടെ, കുറെ കഴിഞ്ഞിട്ട് 7 മണി ആയാൽ മതി ഇന്ന് നമുക്ക് ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല, അത് അതിന്റെ സമയത്തിന് ഇങ്ങനെ പോകും. ഓക്കെ, സെറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് മക്കളെ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ഗെയിം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗെയിം കളിക്കാം. അപ്പൊ ഇന്ന് എടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ? അത് കഴിഞ്ഞിട്ട് എക്സാമിലേക്ക് പോകാം കേട്ടോ. ഇന്ന് എടുത്ത കാര്യങ്ങൾ ടീച്ചർ പറയട്ടെ. എന്തൊക്കെയാ നമ്മൾ എടുത്തേ? മാഗ്നറ്റിക് പോൾസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒരു മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്, 2 എൻഡുകൾ ഉണ്ട്. അവിടെയാണ് മാക്സിമം മാഗ്നറ്റിക്. എക്സാമിലേക്ക് പോകാം മക്കളെ. ടീച്ചർ പറയണത് ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളെ കൊണ്ട് എക്സാം എഴുതിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അത് ശരി, ഞാൻ എക്സാം എഴുതിക്കാതെ ഇവിടുന്ന് പോവില്ല. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, സെറ്റ് ആക്കാം നമുക്ക്. ഇവിടെ ശ്രദ്ധിക്കൂ. ഓക്കെ, അപ്പോ എന്താണ്? ഒരു മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്. അവിടെയാണ് മാക്സിമം മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളത്. അവിടെയാണ് സബ്സ്റ്റൻസ് പെട്ടെന്ന് കൂടുതൽ അട്രാക്ട് ആവുന്നത്. ആൻഡ് ഓൾസോ ആ അട്രാക്ട് ആവുന്നതിന് ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയുടെ ഉള്ളിൽ വന്നാൽ മാത്രമാണ് അട്രാക്ഷൻ നടക്കുള്ളൂ. അതിനെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സ്പെരിമെന്റും കൂടെ നമുക്കുണ്ട് കേട്ടോ. അതായത് നമ്മൾ എന്ത് ചെയ്തിരിക്കണോ, ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്തു. ബുക്കൊക്കെ വെച്ച് അതിന്റെ സെന്ററിൽ ഒരു ഗ്ലാസ് ഷീറ്റ് ഒക്കെ വെച്ച് നമ്മൾ താഴെ മാഗ്നറ്റ്, മുകളിൽ ഇങ്ങനെ അയൺ ഫില്ലിങ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാം. ബട്ട് ആ എക്സ്പെരിമെന്റിലൂടെ ഒക്കെ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി വിചാരിക്കണം. നമ്മൾ എന്താണ് ഉദ്ദേശിക്കണേ? ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാ മാഗ്നറ്റിനും എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിന്റെ ഉള്ളിൽ മാത്രമാണ് അട്രാക്ഷൻ നടക്കുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അത് ഓക്കെ അല്ലേ? ഇനി അതിൽ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കണം. ഡൗട്ട് മനസ്സിൽ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ആരും അറിയില്ല. എന്റെ നിക് നെയിം കുറെ നേരമായി ചോദിക്കണം. എന്റെ വീട്ടിൽ മാളൂന്നാ വിളിക്കാം. മനസ്സിലായല്ലോ? ഇനി ആ സംശയം ചോദിച്ചാൽ ആരും വരില്ല. നിക് നെയിം കുറെ നേരമായി ചോദിക്കണം. അപ്പൊ സെറ്റ് ആണ്, റെഡി ആണ്. എക്സാമിന് പോവാൻ നമുക്ക്. അപ്പൊ നമുക്ക് മെല്ലെ എക്സാമിലേക്ക് പോയാലോ? റെഡി ആണല്ലോ? അപ്പൊ ചാപ്റ്റർ ടെസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ടൈം 2-3 മിനിറ്റ്. ഞാൻ സാധാരണ 25 ആകുമ്പോഴേ എക്സാം ഇടാറുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ഫസ്റ്റ് എക്സാം അല്ലേ, സയൻസിലെ ഫസ്റ്റ് എക്സാം അല്ലേ, അപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ. അപ്പൊ സാർ ഇവിടെ വീഡിയോ ഉണ്ടോ? ഡെമോ വീഡിയോ. അപ്പൊ എക്സാം എങ്ങനെയാണ് എഴുതണ്ടേന്ന് ടീച്ചർ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഓൾറെഡി എക്സാം എഴുതാൻ അറിയുന്നവരൊക്കെ എക്സാം അറ്റൻഡ് ചെയ്തോളൂ. ഇനി അതല്ല, എക്സാം എഴുതാൻ അറിയില്ല, സംശയമുള്ളവരൊക്കെ ഇവിടെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. കാരണം എക്സാം എഴുതുന്നവർ അവിടെ ഇരുന്ന് എഴുതിക്കോട്ടെ, അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. പറയാനുള്ളതൊക്കെ കമന്റ് ഇട്ടാൽ ഞാൻ റിപ്ലൈ തന്നോളാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമിലേക്ക് പോവാം. സാർ ഒരു മിനിറ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതി ഇവിടെ മാർക്ക് കമന്റ് ചെയ്യണം കേട്ടോ. ആ വഴിക്ക് പോവല്ലേ ഫത്വ? എക്സാം എഴുതി മാർക്ക് ഇവിടെ കമന്റ് ചെയ്യണം. എനിക്ക് കാണണം നിങ്ങളുടെ മാർക്ക്. അപ്പൊ ടീച്ചർ പറഞ്ഞുതരാം. നോക്കിക്കേ മക്കളെ, ഇതാണ് നിങ്ങൾ ക്ലാസ് കണ്ടോണ്ടിരിക്കുന്ന പേജ്. അപ്പൊ എക്സാം ടൈം ആയി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പേജ് ഒന്ന് ബാക്കിലേക്ക് പേജ് അടിച്ചു കൊടുക്കുക. ബാക്കിലേക്ക് പോവാ. അപ്പൊ നമ്മുടെ 90+ പേജിലേക്കാണ് നിങ്ങൾ പോണേ. അപ്പൊ ഇതിന്റെ താഴെ എക്സാം എന്ന് പറഞ്ഞ ഇവിടെ ഉണ്ടാവും. ഇനി അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യാം, ഒന്ന് താഴത്തേക്ക് ഒന്ന് ഇങ്ങനെ വലിച്ചിടാം. അപ്പൊ അവിടെ എന്തുണ്ടാവും? ടുഡേയ്സ് എക്സാം എന്ന് പറഞ്ഞിട്ട് അവിടെ എക്സാം ഉണ്ടാവും. ഓക്കെ, അത് സ്റ്റാർട്ട് കൊടുക്കാം. അപ്പൊ ഇന്ന് ചാപ്റ്റർ ടെസ്റ്റ് ആയതുകൊണ്ട് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവാ? 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. 10 ചോദ്യം ഉണ്ടാവും. എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ് ഓപ്ഷൻ മാത്രം എടുത്ത് ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ലാസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ ഇതുപോലെ മാർക്ക് വരും കേട്ടോ. ആ മാർക്ക് ഇവിടെ വന്ന് കമന്റ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി ഇതിന് ഫർദർ ഡൗട്ട്സ് നിങ്ങൾക്ക് എക്സാം വരുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് എക്സാം വരാത്തത്. നെറ്റ് ഉള്ള സ്ഥലത്ത് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് അതിന്റെ ഒക്കെ പരിഹാരം. ഓക്കെ, അപ്പൊ ടീച്ചർ പേര് വിളിക്കാം. സാർ പേരൊന്ന് കാണിക്കാം.
പേര് വിളിക്കുന്ന മക്കളെ എക്സാം എഴുതിന്റെ ഇടയിൽ ഒരു അറിയിപ്പുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ഈ പേര് വിളിക്കുന്നവരെ 7:30 ശേഷം ഇവിടെ നിൽക്കണം കേട്ടോ. ദേവനന്ദ, ഹാസിയ മറിയം, ആഞ്ചലീന, ഐജാസ്, മുഹമ്മദ് ആസിഫ്, അവന്തിക. ഒന്നുകൂടി ടീച്ചർ വിളിക്കാം. ദേവനന്ദ, ഹാസിയ മറിയം, ആഞ്ചലീന അഭിലാഷ്, ഐജാസ്, മുഹമ്മദ് ആസിഫ്, അവന്തിക മഹീഷ്. ഇത്രയും പേര് 7:30 ശേഷം ഇവിടെ നിൽക്കണം. അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവരും ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. യെസ്, അമർ കൃഷ്ണയാണ് ഫസ്റ്റ് എഴുതിയിരിക്കണേ. വെരി ഗുഡ്. എക്സാം എങ്ങനെയാന്ന് മിഹദ ടീച്ചർ ഇപ്പൊ വീഡിയോ കാണിച്ചു തന്നില്ലേ, അതുപോലെ അറ്റൻഡ് ചെയ്തോളൂ കേട്ടോ. അമൃത് കൃഷ്ണ വെരി ഗുഡ്. 20/20 കിട്ടിയിട്ടുണ്ട്. ഹാൻഡ് റൈസ് ചെയ്താണ് വിളിച്ചു. എന്താ ലസീമേ പറഞ്ഞോ. മോനെ ഹാൻഡ് റൈസ് ചെയ്തോണ്ട് ടീച്ചർ വിളിച്ചേട്ടോ. അൺമ്യൂട്ട് ചെയ്തേ. മെഹറീൻ എന്തു പറ്റി? ടീച്ചർ ഫുൾ മാർക്കാണ് എക്സ്പെക്ട് ചെയ്യണേട്ടോ. എൽവിയ നിങ്ങൾക്ക് 1 മാർക്ക് പോലും കുറയാനായിട്ട് ഞാൻ പ്രതീക്ഷിക്കണില്ല. ഫുൾ കാരണം നമ്മൾ നോട്ട് അയച്ചു തരുന്നുണ്ട്, ആക്ടിവിറ്റീസ് അതിനകത്തുണ്ട്, ക്ലാസ്സിലും പറയുന്നുണ്ട്, നിങ്ങൾ സ്കൂളും കേൾക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ മാർക്ക് കുറയാൻ പാടില്ല. എന്തു പറ്റി? നിയ, ബ്രിജേഷ്, അവന്തിക, യെസ് ഇമാദ് വെരി ഗുഡ്. മാളവിക വെരി ഗുഡ്. ഫുൾ മാർക്കാണ്. ഇതാര വേറെ ഹാൻഡ് റൈസ്? എന്തു പറ്റി നദാനെ? എന്താ ആബ്സെന്റ് ആയിരുന്നു എന്നാണോ? ആക്സിഡന്റ് എന്തു പറ്റി? ഓക്കെ ഫൈൻ ശരി. സോറി കേട്ടോ, ഞാൻ കേട്ടത് വേറെ. നെയിംസ് ഒന്നും കൂടെ പറയൂ. ദേവിക KR ഉണ്ടോ അതില് ആ ലിസ്റ്റില്? ഇല്ലല്ലോ, ദേവിക ഇല്ല കേട്ടോ മോളെ. ശ്രീഹരി വെരി ഗുഡ്. ചെയ്യാനാവണില്ല മിഹദ, ഒന്ന് റിഫ്രഷ് ചെയ്യൂ കേട്ടോ. നെറ്റ് ഇല്ലാത്തോണ്ടാ മോൾക്ക് ചെയ്യാൻ പറ്റാത്ത. ഒന്നും കൂടെ താഴത്തേക്ക് ഒന്ന് ഇങ്ങനെ വലിച്ചിട്ടേ റിഫ്രഷ് ഒന്ന് ചെയ്തേ. കാശിനാഥ മാർക്ക് കമന്റ് ചെയ്തോ നീ? ആഗ്നേ എന്തു പറ്റി? സായി കൃഷ്ണ, ആർഷിയ, അയൺബിൻ, ന്യൂ സ്റ്റുഡൻസ്. ടീച്ചർ ന്യൂ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ടല്ലോ അല്ലെ? സായി കൃഷ്ണ, ആർഷ, അയൺബിൻ. മനസ്സിലായല്ലോ അല്ലെ എങ്ങനെ എക്സാം എഴുതണ്ടേ? സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ. നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്താലേ ഞാൻ വിളിക്കും. അശ്വിൻ വെരി ഗുഡ്. 20/20. സീതാലക്ഷ്മി വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് മാർക്ക് ഒരെണ്ണം കുറഞ്ഞു പോയി എന്ന് വെക്കാം. ഗോഡ്വിനെ 1-2 മാർക്കോ കുറഞ്ഞു പോയി. നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്ത് ചെയ്യണം? ടീച്ചർ ആൻസർ കീ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെയൊക്കെ ഗ്രൂപ്പിൽ ഇന്ന് എന്തുണ്ടാവും? ഒരു PDF വന്ന് കിടക്കുന്നുണ്ടാവും. അത് തുറന്നു നോക്കുക. അതിനകത്ത് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് തെറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തിരുത്തി പഠിക്കാം. മനസ്സിലായല്ലോ? അല്ലാതെ എന്റെ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, എന്റെ ഒരു മാർക്കും പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. എന്ത് ചെയ്യണം? അത് പഠിക്കണം. ഓക്കെ, മാളവിക ഇല്ല. യെസ്, അവന്തികനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവന്തിക ലിസ്റ്റിൽ ഉണ്ടല്ലോ, നിക്കണം കേട്ടോ. ഇവാനിയുടെ മാർക്ക് കമന്റ് ചെയ്ത മോളെ. എന്തിനാ ഹാൻഡ് റൈസ് ചെയ്തിരിക്കണ? ആരെ ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല? എന്താണ് പറഞ്ഞോ? എത്രാമത്തെ? മ്യൂട്ട് ചെയ്ത മോളെ പറഞ്ഞുതരാം കേട്ടോ. ടീച്ചർ ഒന്ന് എടുത്തോട്ടെ. മാർക്ക് കമന്റ് ചെയ്ത ബാക്കിയുള്ള എല്ലാവരും കേട്ടോ. കമന്റ് ചെയ്തിട്ട് ഇവിടുന്ന് പോയാൽ മതി എല്ലാവരും. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈബേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ്. ഫൈബേഴ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഗ്ലൂക്കോസ് ആണോ, സെല്ലുലോസ് ആണോ, സ്റ്റാർച്ചും കൊണ്ടാണോ, അതോ നൺ ഓഫ് ദി അബോവ് എന്ന് പറഞ്ഞ എന്തെങ്കിലും മുകളിൽ തന്നിട്ടുള്ള ഒരു ഓപ്ഷനും അല്ല. ഇതിൽ ഏത് ഓപ്ഷനാണ്? എന്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഫൈബേഴ്സിനെ ഉണ്ടാക്കിയിട്ടുള്ളത്? അതാണ് ക്വസ്റ്റ്യൻ. ആഞ്ചലീന ബൈജു എന്ത് പറ്റി? ആഞ്ചലീന അവിടെ ഉണ്ടോ? ആഞ്ചലീന ഒന്ന് വിളിച്ചേ. യെസ് വിളിച്ചോ. ഞാൻ ഇന്ന് പേര് വിളിച്ചതാണോ? ലിസ്റ്റിലെ പേരാണോ?
ആഞ്ചലീന അഭിലാഷിനെയാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആഞ്ചലീന അഭിലാഷാണ് ഇന്ന് നിൽക്കണ്ടേ. ഓക്കെ, മോൾക്ക് എന്ത് പറ്റി മാർക്ക് കുറഞ്ഞേ? മാർക്ക് എന്ത് പറ്റി കുറഞ്ഞു പോയേ? ഫുൾ മാർക്ക് എന്താ കിട്ടാതിരുന്നേ? ചിരിക്കുന്ന പഠിച്ചില്ലേ ഇന്ന്? ആ, അപ്പൊ ഒന്നും കൂടെ ആ ചാപ്റ്റർ പഠിക്കാനുണ്ട് കേട്ടോ. പഠിച്ചത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കണം കേട്ടോ. ശരി. അപ്പൊ എക്സാം കഴിഞ്ഞ് മാർക്ക് കമന്റ് ചെയ്തവര് ക്ലാസ്സിന് ലീവ് ആയിക്കോളൂ. ഡൗട്ട് ഉള്ളവർ ഇവിടെ നിൽക്കുക. ഞാൻ പേര് വിളിച്ചവരും ഇവിടെ തന്നെ നിൽക്കുക കേട്ടോ. ഹാൻഡ് റൈസ് ചെയ്തവരെ വിളിച്ചേ. എന്താണ് നൈനിക? കുഴപ്പമില്ല, അത് കമന്റ് ചെയ്താൽ മതി കേട്ടോ. മാർക്കുകളൊക്കെ കമന്റ് ചെയ്താൽ മതി. ഫൈൻ. സനീക്ഷയ്ക്ക് കിട്ടിയില്ലേ? 8ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നത് കിട്ടിയില്ലേ? മാർക്ക് കമന്റ് ചെയ്താൽ മതി. മാർക്ക് പറയാൻ ആരും ഹാൻഡ് റൈസ് ചെയ്യേണ്ട, അത് കമന്റ് ഇട്ടാ മതി. എന്ത് പറ്റി അവനീത? ഇനി ആരാ അടുത്തത്? ഇഷാനെ, എന്താണ്? ഇഷാനെ, നെറ്റ് സ്ലോ ആയോണ്ട മോനെ, ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കൂ. ഓക്കെ, കുഴപ്പമില്ല. ഒരു കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യൂ കേട്ടോ. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് ഒന്നുകൂടെ ട്രൈ ചെയ്യൂ. നെറ്റ് ഉള്ള സ്ഥലത്ത് പോയിരുന്ന് ചെയ്യണേ. ഇനി ആരാ? ഏഞ്ചലീന അഭിലാഷ്. എന്ത് പറ്റി മോളെ? വീണ്ടും ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ചാനൽ ഇപ്പൊ 7:30 തൊട്ട് ഇവിടെ ക്ലാസ് ഉണ്ട്. ഓക്കെ, മോള് നോട്ട്സ് ഒന്ന് വേഗം കാണിച്ചു തന്നെ. നോട്ട്സ് ഒന്ന് കാണിച്ചു തന്നെ. ഇന്ന് എഴുതാൻ പറഞ്ഞ നോട്ട്സ് ഒന്ന് പിൻ ചെയ്ത് സാർ. എക്സ്പെരിമെന്റ് അല്ലേ? യെസ്. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എടുത്തത് മനസ്സിലായോ? ഓക്കെ, ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. സംശയമുള്ളവരും പേര് വിളിച്ചവരും ഇവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.